ശ്രീമദ് ഭാഗവത സത്രത്തില് 5-ാം ദിവസമായ ഇന്ന് ഇവിടെ എത്താനും 2 വാക്കുകൾ നിങ്ങളോടൊപ്പം കൂടിയിരുന്ന് സംസാരിക്കുവാനും അവസരം തന്ന ഇതിൻ്റെ ഭാരവാഹികൾ, ക്ഷേത്ര കമ്മിറ്റി അംഗങ്ങൾ, വിശിഷ്യ ഈ ഭാഗവത സത്രത്തിൻ്റെ ആചാര്യനായുള്ള ശ്രീ കായമഠം അഭിലാഷ് നാരായൺജി, ഒപ്പം ഭാഗവത പൗരാണികരായിട്ടുള്ള മഹത്തുക്കൾ, എല്ലാവർക്കും ഉള്ള അഗൈതവമായ നന്ദി ആദ്യമേ തന്നെ രേഖപ്പെടുത്തിക്കൊള്ളട്ടെ. ഭാഗവതത്തിലെ ദശമസ്കന്ധത്തില് പൂർവാർത്ഥത്തിലുള്ള രാസലീല അല്ലെങ്കിൽ രാസക്രീഡ എന്ന ഭാഗം വളരെ വിശദമായിട്ട് തന്നെ നമ്മളെല്ലാവരും മനസ്സിലാക്കി. നമ്മുടെ ഏതൊരു ഗ്രന്ഥമെടുത്ത് പരിശോധിക്കുമ്പോഴും അതിലെ ഓരോ ഭാഗങ്ങളും ശരിയായ തലത്തിലും തരത്തിലും സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ കഴിയാതെ പോകുന്നത് കൊണ്ടാണ് ഇതിലെ ഓരോ വിഷയങ്ങളും പലപ്പോഴും തെറ്റിദ്ധാരണാജനകമായിട്ട് സമൂഹത്തിൽ പരക്കുന്നത്. പലപ്പോഴും ഭാഗവതത്തിലെ രാസലീലയെ സംബന്ധിച്ചും ഭഗവാന്റെ 16,008 ഭാര്യമാരെ സംബന്ധിച്ചും ഒക്കെ തമാശ രൂപേണയെങ്കിലും സമൂഹത്തിൽ അപഹസിക്കുന്ന രംഗങ്ങൾ ഒരുപക്ഷെ നമ്മൾ പറഞ്ഞിട്ടുണ്ടാകാം, നമ്മൾ നേരിട്ടിട്ടുണ്ടാവാം. പലപ്പോഴും കഥകളുടെ പിറകെ മാത്രം നമ്മൾ സഞ്ചരിക്കുന്നത് കൊണ്ട് അതിൻ്റെ തത്വങ്ങളിലേക്ക് വരാത്തത് കൊണ്ടും സാധാരണക്കാർക്ക് അത് അപ്രാപ്യമായതുകൊണ്ടുമാണ് ഇങ്ങനെയുള്ള തെറ്റിദ്ധാരണകൾ പലപ്പോഴും സമാജത്തിൽ പരന്ന് കളിക്കുന്നത്. ഒരുപക്ഷെ ഇപ്പോ കഴിഞ്ഞ പ്രഭാഷണം കൊണ്ട് രാസക്രീഡ എന്താണ്, അതിൻ്റെ താത്വിക വശം എന്താണ് എന്ന് രാജൻ സാറിന്റെ പ്രഭാഷണത്തിലൂടെ നമുക്ക് ഒരു ചെറിയ വെളിച്ചമെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് സമാജത്തിലേക്ക് പകരാൻ നമുക്ക് കഴിയണം എന്നാണ് ഒരു ആഗ്രഹം. നമുക്കെല്ലാവർക്കും കഴിയണം. ഇവിടെ ഈ പെരുവേലിക്കര മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഭാഗവത സത്രം കഴിയുമ്പോഴേക്ക് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഭാഗവതം പഠിച്ചു തുടങ്ങണം. അത് ഭാഗവതം മൂലഗ്രന്ഥമാണെങ്കിലും കിളിപ്പാട്ടാണെങ്കിലും നമുക്ക് ഏതാണോ യുക്തമായിട്ടുള്ളത്, മൂലഗ്രന്ഥത്തിൻ്റെയും ഭാഷാ വിവർത്തനം ഇപ്പോൾ വാങ്ങാൻ കിട്ടും. അപ്പം അത് വാങ്ങുകയും അത് നിത്യേന നമ്മുടെ ജീവിതത്തിൽ പാരായണത്തിനും അതുപോലെ പഠനത്തിനുമായിട്ട് ദിവസം ഒരു അരമണിക്കൂറെങ്കിലും മാറ്റിവെച്ചാൽ നമുക്കുണ്ടാകുന്ന ആത്മവിശ്വാസവും അതുപോലെ അഭിമാനബോധവും പറഞ്ഞറിയിക്കാൻ കഴിയുന്നതിന് അപ്പുറത്തേക്കായിരിക്കും. അപ്പോൾ ഈ സത്രത്തിൽ പങ്കെടുത്ത് അവസാന ദിവസം വരെ പങ്കെടുക്കുക എന്നതിനപ്പുറത്തേക്ക് ഈ നാട്ടിൽ ഒരു വലിയ മാറ്റം ഉണ്ടാകണം. ആധ്യാത്മിക കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള ഒരു പ്രചോദനം ഇത്തരത്തിലുള്ള പ്രഭാഷണങ്ങളിൽ പങ്കെടുക്കുന്ന അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കൊക്കെ ഉണ്ടാവണം. പലപ്പോഴും സത്രവേദികളിൽ പറയാറുണ്ട്, ഒരു 10 വയസ്സിന് താഴെയുള്ള കുട്ടികളും 60 വയസ്സിന് മുകളിലുള്ള ആൾക്കാരുമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പലപ്പോഴും വരുന്നത്. ഈ 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾ പലപ്പോഴും വരുന്നത് എടുത്തുകൊണ്ട് വരുന്നതുകൊണ്ടാണ്. എന്നാൽ ഈ പറഞ്ഞ 10 വയസ്സ് കഴിഞ്ഞ് 60 വയസ്സിനകത്ത് വരുന്നവര് വളരെ ചുരുക്കമായിരിക്കും.
അതിൽ തന്നെ 20 വയസ്സ് മുതൽ 40 വയസ്സ് വരെ ഉള്ളവർ ഒട്ടും ഉണ്ടാവില്ല. അതെല്ലാ സ്ഥലങ്ങളിലും ഉള്ളതാണ്. കാരണം ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. പലപ്പോഴും യുവജനങ്ങൾ അവരുടെ ഊർജം പൂർണ്ണമായിട്ട് ചെലവഴിക്കുന്നത് ധർമ്മവിരുദ്ധ പ്രവർത്തികൾക്ക് വേണ്ടിയാണ്, സനാതന ധർമ്മവിരുദ്ധ പ്രവർത്തികൾക്ക് വേണ്ടിയാണ്. അത് നമുക്ക് ചുറ്റുപാട് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. എന്നിട്ട് 99% ഊർജവും നശിച്ച് ഇനി എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് എത്തുമ്പോൾ മാത്രമാണ് നമ്മൾ ഭാഗവതവും രാമായണവും ഭഗവത്ഗീതയും ഒക്കെ കൈകൊണ്ട് എടുക്കാൻ തുടങ്ങുന്നത്. അപ്പോഴേക്ക് നമ്മുടെ ഓർമ്മശക്തി പോയിരിക്കും, മനസ്സിലാക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടിരിക്കും, ഇത് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ആ അറിവും നേടാൻ കഴിയാതെ വരും. അപ്പൊ ഇത് വായിക്കാനോ വ്യാഖ്യാനിക്കാനോ പഠിക്കാനോ കഴിയാതെ വരുന്ന ഒരു സന്ദർഭത്തിൽ മാത്രമാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള ഗ്രന്ഥങ്ങൾ നമ്മൾ കൈകൊണ്ട് തൊടാൻ തയ്യാറാവുന്നത്. അപ്പോൾ ഇങ്ങനെ പ്രായമായവര് അവരുടെ ഭൂതകാലത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും, ഭാഗവതത്തിനെതിരെയും രാമായണത്തിനെതിരെയും ഇതിലെ സാരാംശങ്ങൾക്കെതിരെയും ഒക്കെ ഘോരഘോരം മുക്കിനും മൂലയിലുമൊക്കെ പ്രസംഗിച്ചും ജാഥ നടത്തിയും ധർമ്മവിരുദ്ധമായ കാര്യങ്ങളിലൂടെ സഞ്ചരിച്ചവരായിരിക്കാം പിന്നീട് തോന്നുന്നത് ഇതാണ് ശരി എന്ന് പറഞ്ഞുകൊണ്ട് ഇതിലേക്ക് എത്തിച്ചേരുന്നത്. അങ്ങനെ എത്തിച്ചേരുമ്പോഴേക്കും ഒട്ടേറെ വൈകിയിരിക്കും. അപ്പോഴും നമുക്കറിയാം 60 വയസ്സ് 70 വയസ്സ് 80 വയസ്സായവരുടെ മക്കളൊക്കെ ആ സമയത്തും എന്താണ് ധർമ്മവിരുദ്ധ പ്രവർത്തികളുമായിട്ട് തെരുവോരങ്ങളിൽ ഉണ്ടാവും. നമ്മുടെയൊക്കെ മക്കൾ പലപ്പോഴും പിന്നീട് അവരിത് അറിഞ്ഞു വരുമ്പോഴേക്ക് അവരുടെ മക്കൾ തെരുവിലേക്ക് എത്തിയിരിക്കും. ഇത് നമ്മൾ കാലാനുസൃതമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ നമ്മുടെ കഥകളുടെ പ്രശ്നമാണോ ഗ്രന്ഥങ്ങളുടെ പ്രശ്നമാണോ എന്താണ് എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ ശരിയായ തത്വം സാധാരണക്കാരിലേക്ക് എത്തണം. നമ്മൾ ഈ വിഷയങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഇവിടെ കേട്ട കാര്യങ്ങള് ഇവിടെ നിറങ്ങുമ്പോൾ അങ്ങ് പോകരുത്. പകരം നമ്മളിത് വീടുകളിൽ ചെന്ന് ഇവിടെ കേട്ട കാര്യങ്ങളെ കുറിച്ച് കുടുംബാംഗങ്ങളുമായിട്ട് പ്രത്യേകിച്ച് യുവജനങ്ങളുമായിട്ട് ചർച്ച ചെയ്യണം. ഇവിടെ വിഷയത്തിലേക്ക് വരാം. രാസലീലയ്ക്ക് ശേഷം പിന്നീട് ഭാഗവതത്തില് ദശമസ്കന്ധത്തില് പൂർവാർത്ഥത്തില് നമ്മുടെ 36 മുതൽ 44 വരെ അധ്യായങ്ങളിലായിട്ട് 9 അധ്യായങ്ങളിലായിട്ടാണ് അക്രൂരാഗമനവും അതുപോലെ കംസവധവും എന്ന ഭാഗം വരുന്നത്. ഇത്തിരി നീളം കൂടിയ ഒരു ഭാഗമാണ്. വളരെ വിശദമായ കഥകളിലേക്ക് അല്ല നമ്മൾ പോകുന്നത്. കഥകളൊക്കെ നമുക്ക് പലപ്പോഴും അറിയാം. ഈ കഥയിലൂടെ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ജീവിത മൂല്യങ്ങൾക്ക് എത്രത്തോളം അത് പ്രചോദനമായി തീരും. കാരണം നമുക്ക് ഏറ്റവും വലുത് നമ്മളുടെ ആത്മവിശ്വാസമാണ്, അന്തസ്സാണ്, അഭിമാനബോധമാണ്. സനാതനധർമ്മികളായ നമ്മൾ എന്നും അപകർഷതാബോധമൊക്കെ കളഞ്ഞ് ആത്മവിശ്വാസത്തോടെ ഈ സമൂഹത്തിൽ ജീവിക്കേണ്ടവരാണ്. ഇവിടെ 36-ാമത്തെ അധ്യായത്തില് കംസൻ ഓരോ അസുരന്മാരെയും ഗോകുലത്തിലേക്ക് അല്ലെങ്കിൽ അമ്പാടിയിലേക്ക് പറഞ്ഞു വിടുന്നുണ്ട് കൃഷ്ണനെ നിഗ്രഹിക്കാനായിട്ട്. അപ്പൊ അക്കൂട്ടത്തില് അരിഷ്ടാസുരൻ എന്ന ഒരു അസുരനെ ഗോകുലത്തിലേക്ക് പറഞ്ഞു വിടുന്നു. ആ അരിഷ്ടാസുരനെ കൃഷ്ണൻ നിഗ്രഹിക്കുന്നുണ്ട്. കാളയുടെ രൂപത്തിലാണ് വരുന്നത്. വളരെ വലിയ മൽപ്പിടുത്തങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഒടുവില് അരിഷ്ടാസുരനെ നിഗ്രഹിക്കുന്നു. അവിടെ ഒരു കാര്യം പറയാം, ആസുരികതയുമായി വരുന്ന ഏതൊരു വ്യക്തിയുടെയും ആസുരികത ഭഗവാനോട് ചേർന്ന് നിൽക്കുമ്പോൾ ഇല്ലാതെയാവും. ഇവിടെ കേവലം ആ വ്യക്തി കൊല്ലപ്പെടുക എന്നുള്ളതല്ല. അപ്പൊ നമ്മളുടെ ഉള്ളിൽ എല്ലാ ആസുരികത ഉണ്ടാവാം. കാരണം നമ്മൾ പറയാറുണ്ട് 33 കോടി ദേവതകളെന്നൊക്കെ. ശരിയാ, നമ്മൾ ഉണ്ടാവുമ്പോ നമുക്കുള്ള 3 ഗുണങ്ങളുണ്ട്. എന്താ അത്? സത്വഗുണം, രജോഗുണം, തമോഗുണം അല്ല ഉദ്ദേശിച്ചത്.
ദേവഗുണം 33.333% നമ്മളിലുണ്ട്. മനുഷ്യഗുണം 33.333% ഉണ്ട്. ആസുരിക ഗുണം 33.333% ഉണ്ട്. ഇത് മൂന്നുമായിട്ടാണ് നമ്മൾ ഉണ്ടാവുന്നത്. പക്ഷേ നമുക്കറിയാനാവുന്ന കാലം മുതൽ ഇതിലേതിനെ വർദ്ധിപ്പിച്ചു മുന്നോട്ട് പോകണമെന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ്. ഈ 33.33% ദേവഗുണത്തെ വർദ്ധിപ്പിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണോ, അതോ ചിലപ്പോൾ നിരീശ്വരവാദികളായിരിക്കും, യുക്തിവാദികളായിരിക്കും, ഇതിനെക്കുറിച്ച് യാതൊരു വിശ്വാസവും ഇല്ലാത്തതായിരിക്കും, പക്ഷെ അവരുടെ മാനുഷിക മൂല്യം വലുതായിരിക്കും. അപ്പോൾ മാനുഷിക ഗുണത്തെ വർദ്ധിപ്പിച്ച് മുന്നോട്ട് പോകണോ, അതോ ഇത് രണ്ടും കളഞ്ഞ് ആസുരികതയെ വർദ്ധിപ്പിച്ച് മുന്നോട്ട് പോകണോ എന്ന് നമുക്ക് തീരുമാനിക്കാം. ഇന്ന് നമ്മൾ ചുറ്റുപാടും കാണുന്ന പലരുടെയും ഇങ്ങനെ അളക്കാൻ ഒരു ഉപകരണം കിട്ടിയാൽ, നമ്മളെ ആരെയും മാറ്റി നിർത്തി പറയല്ല, ഇങ്ങനെ ഒരു ഉപകരണം കിട്ടിയാൽ ആസുരികതയായിരിക്കും 99% വന്നങ്ങനെ നിൽക്കുന്നത്. 100% വേണേ പറയാം അല്ലേ. ഇന്നിപ്പോൾ പത്രങ്ങളെടുത്ത് നമുക്ക് വായിക്കാൻ പറ്റില്ല. ഇപ്പം ഞാൻ സ്കൂളിൽ ജോലി ചെയ്യുന്ന ആളാണ്. നമ്മൾ തമാശക്കാരും പറഞ്ഞിട്ടുണ്ട്, ഇനി ഒരാഴ്ചത്തേക്ക് കുട്ടികൾ അസംബ്ലിയിൽ പത്രവാർത്ത വേണ്ട, കാരണം വായിക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ ഈ കഴിഞ്ഞ ഒരാഴ്ചത്തെ പത്രങ്ങളെടുത്ത് വായിക്കാൻ പറ്റുമോ? പിള്ളേർക്ക് ഉപയോഗിച്ച് വായിക്കാൻ പറ്റുമോ? പിള്ളേർക്ക് വായിക്കാൻ പറ്റുമോ? കാരണം ശ്ലീലം എന്താണ്, അശ്ലീലം എന്താണെന്ന് തിരിച്ചറിയാൻ വയ്യാത്തൊരു പ്രായത്തിൽ ഇങ്ങനെയുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ, അപ്പോൾ നമ്മുടെ ആസുരികതയുടെ അളവ് എവിടെ എത്തി നിൽക്കുന്നു എന്ന് ഒരു മിഷന്റെ സഹായമില്ലാതെ നമുക്കിപ്പോൾ കണ്ടെത്താൻ പറ്റും. അപ്പൊ അങ്ങനെ ആസുരികതയുമായി വരുന്ന ഒരാളിന്, ഒരു വ്യക്തിയെ നമ്മൾ അസുരനായിട്ട് കാണുന്നില്ല, അയാളുടെ ഉള്ളിലെ ഗുണമാണ് ഈ പറയുന്നത്. വന്നു കഴിഞ്ഞാൽ, ഭഗവാനോടൊപ്പം എത്തിക്കഴിഞ്ഞാൽ അയാളുടെ ആസുരികതയെ ഭഗവാൻ ഇല്ലാതെയാക്കും. അതാണ് നമ്മളിവിടെ കണ്ടത്. അല്ല കേവലം ഒരു അരിഷ്ടാസുരൻ എന്നൊരു അസുരൻ വന്നു ഏറ്റുമുട്ടി മരിച്ചു എന്നതിനപ്പുറത്തേക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ ഉള്ളിലും ആസുരികത ഉണ്ടാവും അല്ലേ. 100% സത്യസന്ധന്മാര് മാത്രം സത്രത്തിലേക്ക് ഇത് കേൾക്കാൻ വന്നാൽ മതി എന്ന് നോട്ടീസിൽ വെച്ചാൽ ഞാൻ ഉൾപ്പെടെ ചിലപ്പം വരത്തില്ല. ജീവിതത്തിൽ സത്യം പറയുന്നവർക്ക് മാത്രമേ ഇവിടെ പ്രവേശനമുള്ളൂ. ആരും കാണൂടെ? ആരും കാണത്തില്ല. അപ്പോൾ നമ്മളിലെല്ലാം എന്തുണ്ട്? ആസുരികതയുണ്ട്. അപ്പൊ ആ ആസുരികത ഇല്ലാതെയാക്കണമെങ്കിൽ ആരോടൊപ്പം ചേരണം? ഭഗവാനോടൊപ്പം ചേരണം. ചേരുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളുടെ ഉള്ളിലെ അസുരനെ ഭഗവാൻ എന്ത് ചെയ്യും? നിഗ്രഹിക്കും. ഇല്ലാതെ പറ്റില്ലല്ലോ. ഭഗവാന്റെ അടുത്തോട്ട് വന്നെങ്കിലേ പറ്റൂ. ഭഗവാൻ അങ്ങോട്ട് ചെന്ന് ആരെയും നിഗ്രഹിക്കാൻ പോകുന്നില്ല. വീട്ടിൽ വന്ന് അനുഗ്രഹം തരുമെന്നോ അല്ലെങ്കിൽ വന്ന ആസുരികത ഇല്ലാതാക്കുമെന്ന് വിചാരിക്കരുത്. ഭഗവാനെ തേടി പോകണം. നമ്മൾ പറയുമല്ലോ, അറിവ് തേടി പോകണം. അറിവ് നമ്മളെ തേടി അല്ല വരുന്നത്. അങ്ങനെ അറിവ് തേടി പോകുമ്പോൾ, ജ്ഞാനം ലഭിക്കുമ്പോൾ നമ്മളുടെ ഉള്ളിലെ അസുരൻ ഇല്ലാതെയാവും അല്ലേ. ഗീതയിൽ പറയുന്ന പോലെ ജ്ഞാനം ലബ്ധ്വ പരാം ശാന്തിം അജിരേണാധിഗച്ഛതി. അങ്ങനെ ജ്ഞാനം ലഭിച്ചു കഴിയുമ്പോൾ, ഈശ്വരനെ അറിയുമ്പോൾ, ഈശ്വരനോട് ചേർന്ന് നിൽക്കുമ്പോൾ, ഈശ്വരനെ വിശ്വസിക്കുകയല്ല, ഈശ്വരനെ അറിയുകയാണ്. അറിയുമ്പോൾ നമ്മളുടെ ഉള്ളിലെ ആസുരികത ഇല്ലാതെയായിത്തീരും. അവിടെയാണ് അരിഷ്ടാസുര നിഗ്രഹം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഈ വിവരം അരിഷ്ടാസുരനെ പറഞ്ഞു വിട്ടത് കംസനാണ്. ഈ അരിഷ്ടാസുരനെ നിഗ്രഹിച്ചു എന്നുള്ള വിവരം നാരദൻ കംസനെ അറിയിക്കുന്നുണ്ട്. അപ്പൊ എല്ലാത്തിനും ഒരു ഇന്റർ മീഡിയേറ്ററായിട്ട് നിൽക്കുന്ന ആളാണ് ആര്? നാരദൻ. എവിടെയും പ്രവേശനമുണ്ട്. അവിടെ ചെന്ന് കംസനോട് അറിയിക്കും. അപ്പോൾ ഈ നാരദന്റെ കംസന്റെ വെപ്രാളമൊക്കെ എന്ന് കാണുന്നത് ഇഷ്ടമാണ്. എന്നിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞു. മുൻപ് പ്രഭാഷണത്തിൽ പറഞ്ഞ പോലെ എന്താണ്? അരേ ദുരാചാര നൃശംസകംസ പരാക്രമം സ്ത്രീകളിലല്ല വേണ്ടു, തവാന്തകൻ ഭൂമി തലേ ജനിച്ചു, ജവേന സർവത്ര തിരഞ്ഞുകൊള്ളുക. അങ്ങനെ കംസൻ തിരഞ്ഞുകൊണ്ടിരിക്കുന്ന ദേവകിയുടെ 8ാമത്തെ പുത്രൻ ഈ കൃഷ്ണനാണ് എന്ന വിവരം കംസനെ അറിയിക്കുന്നത് നാരദനാണ്. അപ്പോഴാണ് കംസൻ അത് ബോധ്യമാവുന്നത്. ഇതെന്റെ അന്തകനായിട്ട് വന്നിട്ടുള്ള ആളാണ്. എന്തായാലും അങ്ങനെ വിധി സംഭവിക്കുകയാണെങ്കിൽ ആ കൃഷ്ണന്റെ കൈ കൊണ്ട് ഞാൻ എന്ത് ചെയ്യും? മരിക്കും, ഉറപ്പാണ്. അപ്പൊ നാരദനിലൂടെയാണ് കംസൻ ഈ വിവരം, ആ സമയത്താണ് ശരിക്കും അരിഷ്ടാസുര വധത്തിന് ശേഷമാണത് കൃത്യമായി മനസ്സിലാക്കുന്നത്.
പിന്നീട് കംസൻ പെട്ടെന്ന് തന്നെ രാജസദസ്സിൽ മല്ലന്മാരെയൊക്കെ വിളിച്ചു കൂട്ടും. മുഷ്ടികൻ, ചാണൂരൻ, ശലൻ, തോശലൻ, കൂടൻ തുടങ്ങിയുള്ളവരെയാണ് 5 പേരാ പ്രധാനമായിട്ടുള്ളത്. പിന്നെ വേറെയൊക്കെയുള്ള കുറച്ച് ശില്പതികളൊക്കെ ഉണ്ട്. അവരെ വിളിച്ചു കൂട്ടി ആദ്യം ചെയ്യുന്നത് കേശി എന്ന് പറയുന്ന അസുരനെ വീണ്ടും അമ്പാടിയിലേക്ക് പറഞ്ഞുവിടും. പറഞ്ഞുവിട്ടതിന് ശേഷം വീണ്ടും ഈ മല്ലന്മാരുമായിട്ടുള്ള ചർച്ച തുടരുകയാണ്. എന്നിട്ട് പറയുന്നു, നമുക്ക് വളരെ തന്ത്രത്തില് കൃഷ്ണനെ ഇവിടെ വരുത്തണം. എൻ്റെ ചേട്ടനുണ്ടാരാ രാമൻ, ബലരാമൻ, രാമകൃഷ്ണന്മാരെ ഇവിടെ മധുരയിൽ വരുത്തണം. വരുത്തിയിട്ട് അവിടെ വലിയൊരു ആനയുണ്ട്. ആര് ചെന്നാലും ആക്രമിക്കും. കംസന്റെ നിർദ്ദേശാനുസരണം ആനക്കാരൻ പറയുന്നതനുസരിച്ച് ആന അനുസരിക്കുന്നത്. കുവലയാപീഠം എന്നാണ് ആനയുടെ പേര്. ഈ ആനയെ കൊണ്ട് ഈ പിള്ളേരെ എന്ത് ചെയ്യണം? കുത്തിച്ച് കൊല്ലിക്കണം. ഇനി അതിൽ അവർ രക്ഷപ്പെട്ടാൽ, ആനയല്ല പിള്ളേര് രക്ഷപ്പെട്ടാൽ, മല്ലന്മാരായ നിങ്ങൾ വേണം എന്ത് ചെയ്യാൻ? അവരെ കൊന്നുകളയാൻ. അപ്പോൾ അവർ ഇങ്ങനെ അല്ലേ, നമ്മൾ പറയുന്ന പച്ചരി നിന്ന് നടക്കുന്ന പാണ്ടികളുടെ കണക്കിരിക്കുന്ന കുറേ മല്ലന്മാരാണ്. പത്രത്തോളം വെയിറ്റും ഹൈറ്റും ഒക്കെ ഉള്ളവരാണ്. കൊച്ചു പിള്ളേരെയൊക്കെ ആകുമ്പോൾ എടുത്ത് തൂക്കിയെടുത്ത് അടിച്ചു കൊന്നു കളയാവുന്നതേ ഉള്ളൂ. അങ്ങനെ അവരെ എല്ലാം ഏർപ്പാടാക്കി. എന്നിട്ട് ഈ രാമകൃഷ്ണന്മാരെ ആര് പോയി കൊണ്ടുവരും? ക്ഷണിക്കാൻ ആര് പോകും? അപ്പോൾ ഈ കൃഷ്ണനിലൊക്കെ ഭക്തനായിട്ടുള്ള ഒരു യാദവ ശ്രേഷ്ഠൻ അവിടെ ഉണ്ട് അല്ലേ, ശുഭൽക്കന്റെ പുത്രനായിട്ടുള്ള അക്രൂരൻ. അക്രൂരനെ നിയോഗിക്കും. അക്രൂരന് ഒരു വിഷമമൊക്കെ ഉണ്ട്, എങ്ങനെ പോയി കൊണ്ടുവരുമെന്നുള്ള. കാരണം കൊല്ലിക്കാനാ കൊണ്ടുവരുന്നത്, ചുമ്മാ അല്ലല്ലോ. അപ്പൊ ഇവിടെ ഒരു ചാപപൂജ അല്ലെങ്കിൽ ധനുർയാഗമെന്നും പറയുന്നുണ്ട്. അത് സംഘടിപ്പിച്ച് അതിന് ക്ഷണിക്കാനായിട്ട് പോയാൽ മതി, പോയി കൊണ്ടുവന്നാൽ മതി. അപ്പൊ നോക്കണം, പിന്നെ ഭഗവാനെ വിളിച്ചു വരുത്തി തന്നിലെ അസുരനെ നിഗ്രഹിക്കണം എന്നാഗ്രഹിക്കുന്ന ആളാണ് ആര്? കംസൻ. അങ്ങോട്ട് പോയി എരന്ന് വാങ്ങിക്കുന്നില്ല. ഇവിടെ വന്നെന്നെ കൊല്ലണം ആഗ്രഹമായിരിക്കാം അല്ലേ. എന്നെ തന്നെ അവസാനം പറയുന്നുണ്ട്, നമ്മളിപ്പോൾ കുറേ കഥാപാത്രങ്ങളെ പരിചയപ്പെടുമ്പോൾ അക്രൂരനേക്കാൾ ശ്രീകൃഷ്ണനെ 24 മണിക്കൂറും ചിന്തിച്ചുകൊണ്ടിരുന്ന ആളാണ് ആര്? കംസൻ. ഭഗവാനെ അത്രത്തോളം ചിന്തിച്ചത് വേറെ ആരുമില്ല. വിരോധഭക്തി പോലെ എങ്ങനെയെങ്കിലും തീർക്കണം എന്ന രീതിയിൽ അപ്പോഴും ചിന്തിക്കുന്ന ആരെയാണ്? ഭഗവാനെയാണ്. എപ്പോഴും ഭഗവാനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അവസാനം സാരൂപ്യ മോക്ഷമാണ് കംസൻ നേടുന്നത്. അപ്പോൾ ഭഗവാനെ ഇവിടെ വരുത്തിച്ച് തൻ്റെ ഉള്ളിലെ ആസുരികതയെ ഇല്ലാതെയാക്കണം. അപ്പം അതിനുള്ള വഴി എന്താണ്? അപ്പം അങ്ങനെ അക്രൂരനെ അതിന് നിയോഗിക്കും. അക്രൂരന് വളരെ സന്തോഷമാവും. വിഷമം ഉണ്ടെങ്കിൽ ഒരു സന്തോഷമുണ്ട്. കാര്യം എന്താണ്? അമ്പാടിയിലേക്ക് പോവാം, താൻ ഇത്രയും കാലം കാണാൻ ആഗ്രഹിച്ചിരുന്ന ഭഗവാനെ നേരിട്ടൊന്ന് കാണാം. അതൊക്കെ അവർ മഹാഭാഗ്യമല്ലേ. അത് മാത്രമല്ല, തൻ്റെ തേരില് അവരെ എന്ത് ചെയ്യാം? കൂട്ടിക്കൊണ്ടുവരാം. അക്രൂരൻ ആ ദൗത്യം ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് നമ്മൾ അതിൽ 37-ാമത്തെ അധ്യായത്തിലേക്ക് പോകുമ്പോൾ കേശി എന്ന് പറയുന്ന അസുരനെ അങ്ങോട്ട് പറഞ്ഞയച്ചു. ഈ കേശി ഒരു കുതിരയുടെ രൂപത്തിലാണ് അമ്പാടിയിലെത്തുന്നത്. അവിടെ കുറെ കുഴപ്പങ്ങളൊക്കെ കാണിക്കും. അവസാനം കൃഷ്ണൻ കേശിയെ നിഗ്രഹിക്കുന്നു. കേശിയെ നിഗ്രഹിച്ചുകൊണ്ടൊരു പേര് വന്നെന്താ? കേശവൻ എന്ന് വിളിക്കാം നമുക്ക്. ഭഗവാനെ അങ്ങനെ ഒരു പേര് കിട്ടി. അപ്പൊ ഇതും പിന്നെ കംസൻ അറിഞ്ഞു. കംസൻ പിന്നെ വ്യോമാസുരൻ എന്ന് പറയുന്ന ഒരു അസുരനെ അങ്ങോട്ട് വിട്ടു. അപ്പൊ ഈ സമയത്ത് കൃഷ്ണനും ഗോപന്മാരും പശുക്കളും ഒക്കെ കൂടി ഒരു പർവ്വത പ്രദേശത്ത് നിൽക്കുക. അപ്പൊ അവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ചെറിയ ചെറിയ കളികളും ഒക്കെ ഉണ്ട്. നമ്മൾ ഇന്നത്തെ കാലത്തെ പറഞ്ഞാൽ കള്ളനും പോലീസും കളിക്കുക. അന്ന് കള്ളനും പാലകനും എന്നാ പറഞ്ഞത്. പാലകനാ പോലീസായി മാറുന്നത്. പോലീസുകാരെല്ലാം പാലകന്മാരാവുന്ന അന്വേഷിക്കണം. അപ്പോ കള്ളനും പാലകനും കളിക്കുക. അവിടെ എന്ത് ചെയ്തു? വ്യോമാസുരൻ ഒരു ഗോപന്റെ വേഷത്തിൽ, ഒരു ഗോപകുമാരന്റെ വേഷത്തിൽ ഇവരുടെ കടന്നുകൂടി. നമ്മൾ ചിന്തിക്കേണ്ട ഒരു വലിയ കാര്യം, ആനുകാലിക പ്രസക്തമായ ഒരു വലിയ കാര്യമാണ്.
നമ്മളൊക്കെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ കൂടിച്ചേരുമ്പോ പലപ്പോഴും ഇതുപോലുള്ള വ്യോമാസുരന്മാര് നമ്മളെക്കാൾ നല്ല വേഷത്തിൽ നമ്മളോടൊപ്പം കൂടി നമ്മളെ ഇല്ലാതാക്കും. അപ്പം ചില കരടുകൾ ചില സ്ഥലത്തൊക്കെ എന്ത് ചെയ്യും, നുഴഞ്ഞു കയറും. നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. സനാതന ധർമ്മത്തിന് ഇടയ്ക്കിടയ്ക്ക് വീഴ്ച പറ്റാൻ കാരണം ഇങ്ങനെയുള്ള ചില കരടുകൾ അതിനകത്ത് വന്നു കയറും. കാണുമ്പോൾ ഒറ്റ നോട്ടത്തിൽ തോന്നും അദ്ദേഹം ഇതിനൊക്കെ പിന്നെ അനുകൂലിക്കുന്ന ആളാണ്, ഇതൊക്കെ പഠിക്കണമെന്നും മനസ്സിലാക്കണമെന്നൊക്കെ ഉള്ള പ്രാവർത്തിയാക്കണമെന്നൊക്കെ ഉള്ള ഒരാളാണ്. പക്ഷെ അത് നേരെ തിരിച്ച് സംഭവിക്കും. അപ്പൊ ഇവിടെ വ്യോമാസുരൻ വന്ന് ആ ഗോപന്മാരുടെ ഇടയിൽ ഒരു ഗോപനായിട്ടങ്ങ് കൂടി അല്ലേ. പണ്ട് രാഹു ഒക്കെ വന്ന് അല്ലേ പാലാഴിമതനം കഴിഞ്ഞ് അമൃത് കഴിക്കാൻ ദേവന്മാരുടെ വേഷം പൂണ്ടവിട്ടിരുന്ന പോലെ വ്യാജനാന്ന് പിന്നല്ലേ അറിയത്തുള്ളൂ. ഇദ്ദേഹം എന്ത് ചെയ്തു, ഈ ഗോപന്മാരെയൊക്കെ പതുക്കെ പതുക്കെ ആകർഷിച്ച് കൊണ്ടുപോയി ഒരു ഗുഹയ്ക്കകത്തിട്ടങ്ങ് കഥവടച്ചു, അവിടെ നിന്ന് ബന്ധിച്ചു. അപ്പോൾ കൃഷ്ണന്റെ കാര്യം മനസ്സിലായി, ഇത് ഒരു ഗോപകുമാരനൊന്നും അല്ല എന്നുള്ളത്. അവസാനം ഈ വ്യോമാസുരനെ കൃഷ്ണൻ നിഗ്രഹിക്കുകയാണ്. നോക്കുക, അദ്ദേഹത്തിന്റെ ഉള്ളിലെ ആസുരികതയെ ഇല്ലാതെയാക്കി. എന്നിട്ട് ഈ ഗോപന്മാരെയൊക്കെ എന്ത് ചെയ്തു, ഭഗവാൻ മോചിപ്പിച്ചു. അപ്പൊ അവിടെ നമ്മൾ പറഞ്ഞ അരിഷ്ടാസുരൻ, കേശി, വ്യോമാസുരൻ അല്ലേ, 3 പേരും നോക്കണേ. ഇനി ആസുരികത മറ്റൊരു പ്രത്യേകത നമ്മൾ നോക്കിക്കോണം. ഈ അസുരന്മാര് നേരെയാണോ വന്നേ? പൂതന വന്നത് സുന്ദരിയായിട്ടാണ് വന്നേ, മായാരൂപികളായിട്ടേ വരൂ. കാണുമ്പോൾ നല്ല ആളായിരിക്കും, പക്ഷേ ഉള്ളിലെന്താണ്, നിറയെ ആസുരികതയായിരിക്കും. അതേ കഥകളിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. അരിഷ്ടാസുരൻ വന്നതൊരു കാളയുടെ രൂപത്തിലാണ്. കാരണം ആ ഗോകുലത്തില് ഒരു കാള നിൽക്കുന്നത് വലിയ അതിശയമൊന്നുമല്ല, സ്വാഭാവികമാണ്, അങ്ങനെ തെറ്റിദ്ധരിക്കും. പിന്നീട് കേശി വന്നത് ഒരു കുതിരയുടെ രൂപത്തിലാണ്. അല്പം നമുക്കൊരു മാറ്റം തോന്നി, കുതിര അവിടെ വരേണ്ട കാര്യമില്ല. ഇനി വ്യോമാസുരൻ വന്നത് ഒരു നന്ദഗോപന്റെ, ഒരു ഗോപകുമാരന്റെ വേഷത്തിലാണ്. അപ്പോഴും തെറ്റിദ്ധാരണ ഉണ്ടാവില്ല. അപ്പൊ ഇങ്ങനെ ഒരു സാത്വിക വേഷം പൂണ്ടുകൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ പറയും ആട്ടും തോലിട്ട ചെന്നായ എന്നൊക്കെ നമ്മൾ സാധാരണ ഭാഷയിൽ പറയും, അങ്ങനെ വന്ന് കയറി കൂടും അതിനെ ഇല്ലാതാക്കാൻ. പക്ഷെ അവിടെ ഭഗവാൻ ഒപ്പമുണ്ടെങ്കിൽ ഇങ്ങനെ ഏത് രൂപത്തിൽ വന്നാലും അവനിലെ ആസുരികതയെ ഇല്ലാതെയാക്കും. പിന്നീട് 38-ാമത്തെ അധ്യായത്തിലേക്ക് എത്തുമ്പോഴാണ് അക്രൂരൻ അമ്പാടിയിലേക്ക് വരുന്ന ആ ഭാഗം. ഇത് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു നന്നായിട്ട് ഭാഗവതം ദശമസ്കന്ധത്തെ ആസ്പദമാക്കി ചെറുശ്ശേരി എഴുതിയ കൃഷ്ണഗാഥയിൽ അക്രൂരൻ അമ്പാടിയിലേക്ക് പോകുമ്പോഴുണ്ടാകുന്ന ചിന്തകൾ വളരെ ഭംഗിയായിട്ട് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഭഗവാനെ കാണും, എത്രയോ കാലമായിട്ട് കാത്തിരിക്കുകയാണ്. എന്നിട്ട് ഞാൻ ആ പാദങ്ങൾ തൊട്ട് തൊഴും, സാഷ്ടാംഗം പ്രണമിക്കും, ഭഗവാനെ കെട്ടിപ്പിടിച്ച് കരയും എന്ന് വേണ്ട. അങ്ങനെ ഒട്ടേറെ ചിന്തകൾ അങ്ങോട്ട് പോകുമ്പോൾ, അപ്പോൾ നമ്മളായാലും അങ്ങനെയാണ്. നമ്മൾ പോകാത്ത ഒരു സ്ഥലത്ത്, ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്ത്, എന്നും പോകാൻ ആഗ്രഹിച്ച ഒരു സ്ഥലത്തേക്ക്, അല്ലെങ്കിൽ കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളുടെ അടുത്തേക്ക് പോകുമ്പോൾ ഒട്ടേറെ ചിന്തകളുണ്ടാവും. ഞാൻ അവിടെ ചെന്ന് എന്തെല്ലാം ചെയ്യും, എങ്ങനെ കാണും, എന്ത് സംസാരിക്കും. അപ്പൊ ഇങ്ങനെ അക്രൂരന് ഒട്ടേറെ ചിന്തകളാണ് അമ്പാടിയിലേക്ക് തേരോടിച്ച് പോകുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. അങ്ങനെ ഏകദേശം ഒരു വൈകുന്നേര സമയത്തോടു കൂടി അമ്പാടിയിലെത്തി അക്രൂരൻ. അപ്പോൾ അവിടെ കാണുന്ന കാഴ്ചകളും വളരെ മനോഹരമായിട്ട് ചെറുശ്ശേരി എഴുതിയിട്ടുണ്ട്. അവിടെ പിന്നെ കാലി കറക്കുന്ന ഒച്ചകൾ, പാത്രം അങ്ങോട്ട് കൊണ്ടുവന്നു ഇങ്ങോട്ട് കൊണ്ടുവന്നു, പിന്നെ കന്നും കിടാക്കളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ കുത്തിമറിയുന്നു. ആകെ ഒരു പൊടിപൂര അന്തരീക്ഷമാണ്. അങ്ങനെ അവിടെ ചെന്ന് ഇറങ്ങിയപ്പോൾ എന്താണ്, ഭഗവാന്റെ പാദസ്പർശമേറ്റ അമ്പാടിയിലേക്കാണ് താൻ തേരിൽ ചെന്ന് ഇറങ്ങിയിരിക്കുന്നത്. ആ ഭഗവാന്റെ പാദസ്പർശമേറ്റ മണൽത്തരികൾ പോലും പുളകിതരായിട്ട് നിൽക്കുക. ആ മണൽത്തരികളിൽ കിടന്ന് ഉരുണ്ടു എന്നാണ് പറയുന്നത് അക്രൂരൻ. കാരണം അത്രത്തോളം, കാരണം ഭഗവാന്റെ പാദസ്പർശമേറ്റ മണൽത്തരികളാണ്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഒന്ന് നമ്മൾ വാച്യാർത്ഥത്തിൽ എടുക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്.
ഏതെങ്കിലും മഹാത്മാക്കളുടെ പാദസ്പർശം കണ്ടാൽ അവിടെ വീണ് ഉരുളണമെന്നുമല്ല പറഞ്ഞത്, മറിച്ച് അവരുടെ പാദങ്ങളെ പിന്തുടരണം. അവര് സഞ്ചരിച്ച മാർഗത്തിലൂടെ നമ്മൾക്ക് സഞ്ചരിക്കാൻ കഴിയണം. അതുകൊണ്ട് പൂർണ്ണമായി ആത്മസമർപ്പണത്തോടു കൂടി അവരുടെ പാദപാംസുക്കളെ പിന്തുടരാൻ, അവരുടെ ആശയങ്ങളെ പിന്തുടരാൻ നമുക്ക് കഴിയണം. വിവേകാനന്ദ സ്വാമികളുടെയും ചട്ടമ്പി സ്വാമികളുടെയും ശ്രീനാരായണ ഗുരുവിൻ്റെയും ഒക്കെ ജനനസ്ഥലവും സമാധി സ്ഥലവും ഒക്കെ പോയി കണ്ടവിടെ സാഷ്ടാംഗം പ്രണമിക്കുമ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. അവരുടെ ആശയങ്ങളെയും ആദർശങ്ങളെയും നമ്മുടെ ജീവിതത്തിൽ സ്വീകരിച്ച് മുന്നോട്ടു പോകണം. അതാണ് അവരുടെ ആ പാദപാംസുക്കളിൽ വീണ് ഉരുളണം എന്ന് പറയുന്നത്. അതിനെ പൂർണ്ണമായിട്ട് നമ്മൾ ഉൾക്കൊള്ളുക. നമ്മളെപ്പോഴും പ്രഭാഷണങ്ങളിൽ പറയാറുണ്ട്, എന്താണ്, ഇഹലോകവാസം വിട്ടുപോയ ഒരു മഹാത്മാക്കളും തിരിച്ചു വന്ന് നമ്മളെ ഒന്നും പഠിപ്പിക്കാൻ പോകുന്നില്ല. അവരുടെയൊക്കെ പേരിൽ നമ്മൾ വളരെയധികം അഭിമാന പുളകിതരാവാറുണ്ട്. അവരാരും വന്ന് നമ്മളെ ഒന്നും പഠിപ്പിക്കാറൊന്നും പോകുന്നില്ല. ഇനി ജനിക്കാൻ പോകുന്നവരിൽ നിന്നും നമ്മളൊന്നും പഠിക്കാൻ പോകുന്നില്ല. ഇപ്പം ആരുടെ കയ്യിലാണ്? ഇന്ന് ജീവിച്ചിരിക്കുന്ന നമ്മളുടെ കയ്യിലാണ് ഇന്ന് ഈ പറയുന്ന വേദങ്ങളും അതിനോടനുബന്ധിച്ച് ഉള്ള ഉപനിഷത്തുക്കളും പുരാണങ്ങളും ഇതിഹാസങ്ങളും ഒക്കെ. അപ്പൊ ഇത് നമ്മളുടെ കടമയാണ്, കർത്തവ്യമാണ്. ഇത് മനസ്സിലാക്കുകയും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും അതിന് നമ്മളുടെ മുൻകാലത്ത് ജീവിച്ചിരുന്ന മഹാത്മാക്കളുടെ പാദങ്ങളെ നമുക്ക് പിന്തുടരാം. അവരുടെ രീതിയെ, ആദർശങ്ങളെ, ആശയധാരകളെ നമുക്ക് ശിരസാ വഹിക്കാം. പക്ഷേ ഡ്യൂട്ടി ചെയ്യേണ്ടത് നമ്മളാണ്, അതവരല്ല. അവരുടെ സമയം കഴിഞ്ഞു. അപ്പോൾ ഓരോ കാലഘട്ടത്തിലും ഭഗവാൻ നമ്മൾക്കൊക്കെ ഓരോ മനുഷ്യരൂപം തന്നിങ്ങോട്ട് വിട്ടിരിക്കുന്നത് അല്ലേ. നമ്മളല്ലെങ്കിൽ വല്ല ചേരയോ പാമ്പോ പാറ്റയോ കൃമിയോ ഒക്കെ ആയാൽ മതിയായിരുന്നു. വളരെ പ്രതീക്ഷയോടുകൂടിയാണ് നമ്മളെ ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത്. വളരെ പ്രതീക്ഷയോടുകൂടി നമ്മളെ ഇങ്ങോട്ട് വിട്ട ഭഗവാന്റെ പ്രതീക്ഷകളെ നമ്മൾ ഒരിക്കലും തകർക്കരുത്. ഇന്നലെ നമ്മളെ ഇങ്ങോട്ട് വിട്ടേക്കുന്നേ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ധർമ്മ സംസ്ഥാപനാർത്ഥായ, ധർമ്മ സംസ്ഥാപനത്തിന് വേണ്ടിയാണ്. നമ്മളെല്ലാം അവതാരങ്ങളാണ്, ഓരോ അവതാരങ്ങളാണ്. കാരണം അഹം ബ്രഹ്മാസ്മി, ഞാൻ ബ്രഹ്മമാണ്, ഈശ്വരനാണ്. അപ്പോ നമുക്കുമുണ്ട് ഡ്യൂട്ടി. ആ കർത്തവ്യങ്ങളിൽ നിന്ന് നമ്മൾ വ്യതിചലിക്കാൻ പാടില്ല. അപ്പൊ ഞാനിത് പറഞ്ഞു വന്നത്, നമ്മളുടെ കടമകളും കർത്തവ്യങ്ങളും എന്താണ് എന്ന് ബോധ്യപ്പെടുത്തി തരുന്നതാണ് നമ്മുടെ ഇതിഹാസങ്ങളും പുരാണങ്ങളും ഒക്കെ. കേവലം ഒരു കഥ പഠിക്കുക എന്നതിനപ്പുറത്തേക്ക് അല്ലേ. ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ എന്ന് പറഞ്ഞ മതഗ്രന്ഥങ്ങൾ നമുക്കില്ല. ഈ ഭൂമിയിൽ മനുഷ്യനായി പിറന്നു വീണ മറ്റ് ജീവജാലങ്ങൾക്ക് തിരിയക്കുകളാണ്, അവർക്ക് തിരിച്ചറിവില്ല. മനുഷ്യനായി പിറന്നു വീണ ഏതൊരാൾക്കും അയാളുടെ ജീവിതം മൂല്യവത്തും അതുപോലെ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉപയുക്തമായതാണ് നമ്മുടെ ഗ്രന്ഥങ്ങൾ. അല്ലാതെ ഏതെങ്കിലും പ്രത്യേക കുറച്ച് പേർക്ക് വേണ്ടി, കുറച്ച് മതക്കാർക്ക് വേണ്ടി അങ്ങനെയല്ല. ബാക്കിയുള്ളവരെല്ലാം കുഴപ്പക്കാരാണ്, ഞങ്ങൾ മാത്രമാണ് ശരി എന്നൊന്നും അല്ല ഇവിടെ. ഞങ്ങളെന്നില്ല, മനുഷ്യർക്ക് വേണ്ടി മുഴുവനാണ് ഇത് ഉണ്ടായിരിക്കുന്നത്. മനുഷ്യനായി പിറന്നവൻ ആർക്ക് വേണേലും പഠിക്കാം. അവൻ ഉത്തമ മനുഷ്യനായി മാറും, അത്രയേ ഉള്ളൂ. ദേവന് തുല്യനായി മാറും. ഇത് നമുക്ക് വരച്ചു കാട്ടി തരുന്നത് ഇതിലൂടെയുള്ള ചരിത്ര പുരുഷന്മാരാണ്. അപ്പൊ അതാണ് ഭഗവാൻ കൃഷ്ണന്റെ പാതാരബിന്ദങ്ങളെ പിന്തുടരണമെന്ന സന്ദേശമാണ് അക്രൂരൻ അവിടെ നിലത്തുരുണ്ടതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു കാര്യം കൂടി പറയാം, നമ്മളൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ വിഷമിക്കുന്നവരാണ് അല്ലേ. ഓ, രാവിലെ കാപ്പി കുടിക്കാൻ പറ്റിയില്ല, അതിൻ്റെ വിഷമമായിരിക്കും ഭയങ്കര. അപ്പൊ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ അല്ലേ, ഇല്ല ഇന്ന ആളെന്നെ മൈൻഡ് ചെയ്തില്ല, കണ്ടിട്ടും എന്തിനു മൈൻഡ് ചെയ്യുന്നു? നമ്മളൊന്ന് പ്രതീക്ഷിക്കും. തുല്യ നിന്ദാ സ്തുതിർ മൗനി, നിന്ദിച്ചാലും സ്തുതിച്ചാലും എനിക്ക് ഒരുപോലെ ഉള്ളൂ. അപ്പൊ മറ്റുള്ളവര് എന്ത് ചെയ്യുന്നു നമ്മൾ ചിന്തിക്കുകയേ വേണ്ട. നോക്കണം, അതിന് നമുക്ക് ദുഃഖം വരുമ്പം ആരെ ചിന്തിക്കണമെന്നറിയാമോ? കൃഷ്ണനെ. കൃഷ്ണാന്ന് വിളിക്കുകയല്ല വേണ്ടത്. അന്നേരം കൃഷ്ണന്റെ ജീവിതം ഒന്ന് ചിന്തിച്ചാൽ മതി അല്ലേ. എവിടെയാ ജനിച്ചത്? കൽത്തുറുങ്കിനകത്ത്. ജനിച്ച നിമിഷം തന്നെ എടുത്ത് ഇവിടെ കൊണ്ടുപോയി അച്ഛൻ്റെ അമ്മയുടെ കൂടെ കിടക്കാൻ പറ്റിയോ? അമ്മയുടെ മുലപ്പാൽ കുടിക്കാൻ പറ്റിയോ? ഇല്ല. വളർന്ന് ഒരു 10-12 വയസ്സാവുന്നതിന് വരെ അമ്മ അച്ഛനെ കാണാൻ പറ്റിയോ? പറ്റിയില്ല.
ഇത്രയും ദുഃഖം നമുക്കുണ്ടായിട്ടുണ്ടോ? നമ്മുടെ ദുഃഖമൊക്കെ എന്ത് വെറും ചെറുതല്ലേ? ഇനി പിന്നെ എന്തെല്ലാം പ്രതിസന്ധികൾ ഈ പറഞ്ഞ പിന്നെ അരിഷ്ടാസുരനായാലും വ്യോമാസുരനായാലും പൂതനയാണെങ്കിലും കേശിയാണെങ്കിലും എന്ന് വേണ്ട, ഇവരെല്ലാം വന്ന് ഉപദ്രവിക്കുക. ഇത്രയൊക്കെ ഉണ്ടായി. പിന്നീട് വളർന്നു വലുതാവുമ്പം കൗരവന്മാരിൽ നിന്നുള്ള ആക്ഷേപം കേട്ടിട്ടുണ്ട്. സെമന്തകം, അതൊക്കെ ഇനി പിന്നീട് വരുന്നുണ്ട്. മണി മോഷ്ടിച്ചു എന്ന ദുഷ്പേര് കേട്ടു. ഗാന്ധാരിയുടെ ശാപമേറ്റുവാങ്ങി അവസാനം വേടന്റെ അമ്പേറ്റു. ഈ സമയത്ത് ഒന്നും എന്ത് ചെയ്തിട്ടില്ല ഭഗവാൻ. കരഞ്ഞിട്ടുണ്ടോ? നമ്മളൊക്കെയാണ് എത്ര പ്രാവശ്യം കരഞ്ഞുകൊണ്ടിരിക്കാനേ നമുക്ക് സമയം കാണും. 100 പ്രാവശ്യം നമ്മളൊക്കെ ആത്മഹത്യ ചെയ്തത് ഇങ്ങനൊക്കെ ഒന്നെങ്കിൽ. അപ്പോ ഇത്രയും ദുഃഖങ്ങളിലൂടെ പോയ ആളാ ഉണ്ടായ നിമിഷം മുതൽ. അപ്പൊ നമ്മുടെ ഒന്നും ദുഃഖം വലിയ ദുഃഖമല്ല എന്ന് നമുക്ക് തിരിച്ചറിവ് നേരിടും. അതുകൊണ്ടാണ് ഭഗവാനെ അറിയണമെന്ന് പറയുന്നത്. ഭഗവാനെ വിശ്വസിക്കുകയല്ല, ഭഗവാനെ അറിയണം. അറിയുമ്പോ നമുക്ക് ആത്മവിശ്വാസം കൂടും. അതാണല്ലോ നമുക്ക് വേണ്ടത്. അല്ല നമ്മൾ എന്തെങ്കിലും ചെറിയ പ്രശ്നം വരുമ്പോൾ ഒരു തുണ്ട് കയറെടുത്തുകൊണ്ട് പോകാനാണോ? നമ്മൾ പറയാറുണ്ട്, നമ്മളൊക്കെ ഭാഗവതവും വായിക്കും, രാമായണവും വായിക്കും, സങ്കടം വരുമ്പോൾ കെട്ടിച്ചാണ്. പിന്നെന്ത് ഗുണം? അല്ലെങ്കിൽ കയറോ വിഷമോ നേടും. അപ്പൊ അങ്ങനെയല്ല, ഭഗവാന്റെ കൃതി വായിച്ചിട്ട് കാര്യമില്ല, ഭഗവാനെ അറിയണം. അപ്പൊ മനസ്സിലാവും നമുക്ക് എങ്ങനെയാണ് ആ പ്രതിസന്ധിയെ മറികടന്ന് പോകാൻ പറ്റുമെന്ന്. അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ. അക്രൂരൻ നിലത്ത് കിടന്ന് ഉരുളുക, അല്ലെങ്കിൽ ഭഗവാന്റെ പാദസ്പർശം ഏറ്റെടുത്ത് ഉരുളുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പൂർണ്ണമായി അത് സ്വീകരിക്കുക എന്നാണ് അദ്ദേഹത്തിന്റെ ആദർശങ്ങൾ. അതാണ് അക്രൂരൻ ചെയ്യുന്നത്. അതായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. പിന്നീട് നന്ദഗോപര് ഔപചാരികമായിട്ട് തന്നെ അക്രൂരനെ സ്വീകരിക്കുന്നുണ്ട്. നല്ല വാക്കുകൾ പറഞ്ഞുകൊണ്ടാണ് നന്ദഗോപര് സ്വീകരിക്കുന്നത്. എപ്പോഴും അങ്ങനെ ആയിരിക്കണം. അതിഥി ദേവോ ഭവ എന്നാണ് നമ്മളുടെ സംസ്കാരം. അതാണ് നമ്മൾ പിന്തുടരുന്ന മൂല്യം. അതാണ്. പിന്നീട് അടുത്ത അധ്യായത്തിലേക്ക് പോകുന്നു. 39-ാമത്തെ അധ്യായത്തിലേക്ക് ഇവര് മധുരയിലേക്ക് പുറപ്പെടുന്ന ഭാഗമാണ്. ഇപ്പോൾ കൃഷ്ണൻ അക്രൂരനോട് വിശേഷങ്ങളൊക്കെ ചോദിച്ചു. സൽക്കരിച്ചതിനൊക്കെ ശേഷം പിന്നീടാണ് വരവിന്റെ ഉദ്ദേശം, എന്തിനാണ് അങ്ങ് വന്നത് എന്ന് അന്വേഷിക്കുന്നത്. അപ്പോ ഈ കാര്യങ്ങളെല്ലാം പറയും. അവിടെ ചാപപൂജയ്ക്ക് വേണ്ടി കംസൻ എന്നെയാണ് നിയോഗിച്ചിരിക്കുന്നത് നിങ്ങളെ കൊണ്ടുവരാനായിട്ട്. പിന്നെന്താ, പിറ്റേന്ന് തന്നെ പോകാമല്ലോ, യാതൊരു എതിർപ്പും പറയുന്നില്ല. പിറ്റേ ദിവസം തന്നെ മധുരയ്ക്ക് പോകാനായിട്ട് തീരുമാനിക്കുക, ധനുർ യാഗത്തിൽ പങ്കെടുക്കാൻ. പോകുമ്പോൾ കൃഷ്ണന് വലിയ വിഷമമൊന്നുമില്ല, പക്ഷേ അമ്പാടിയിലുള്ളവർക്കെല്ലാം ഭയങ്കര വിഷമമായി. കാരണം 2-3 അല്ലെ ഒരാഴ്ചത്തേക്കോ ആണ് ഭഗവാൻ മാറി നിൽക്കുന്നതെങ്കിലും അവർക്കത് എന്ത് ചെയ്യാൻ പറ്റില്ല, സഹിക്കാൻ പറ്റത്തില്ല. അല്ലേ, നമ്മള് കൊച്ചു പിള്ളേർ പറയുന്നില്ല, അൺസഹിക്കബിൾ, സഹിക്കാനൊക്കത്തില്ല, അത്രത്തോളം വിഷമമാണ്. അപ്പൊ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാള് ഒരു നിമിഷമെങ്കിലും നമ്മളിൽ നിന്ന് മാറി നിൽക്കുമ്പോ ഒരു യുഗത്തിന്റെ നീളം അതിനുണ്ടാവും. അങ്ങനെയാ, എപ്പോഴും അരികിൽ നീ ഉണ്ടായിരിക്കണമെന്നൊക്കെ ചിന്തിക്കുമ്പോൾ പിന്നെ ഒരു നിമിഷത്തേക്ക് മാറുമ്പോൾ പോലും വിഷമമുണ്ടാവും. ചക്രവാക പക്ഷികളൊക്കെ അങ്ങനെയാന്ന് പറയും. ഈ താമരയിലയുടെ മറവ് കൊണ്ട് ഒരു നിമിഷം കണ്ടില്ലെങ്കിൽ അത് വിളിച്ചു പോകും, ഇണയെ കണ്ടില്ലെങ്കിൽ എന്ന് പറയും. അതുപോലെ ഇപ്പൊ ഭഗവാൻ പോകുന്ന എന്തായാലും ഒരാഴ്ച എടുക്കും പോയിട്ട് തിരിച്ചു വരാൻ. എന്നിട്ട് അവർക്കൊരു അസൂയയും കൂടെ ഉണ്ടായി. എന്താണ്, ഇനി മധുരയിലുള്ളവർക്കൊക്കെ സുഖം. കാരണം അവർക്ക് കുറച്ച് നാൾ ആരുടെ സാമീപ്യം അനുഭവിക്കാൻ പറ്റും? ഭഗവാന്റെ. അല്ലെ, അവര് പരബ്രഹ്മ സാമീപ്യം അനുഭവിക്കാൻ പോവാ. അവര് പച്ച അസൂയൊക്കെ ഉണ്ടാവും. അങ്ങനെ അവര് അമ്പാടിയിലെ സ്ത്രീകളൊക്കെ ആണെങ്കിൽ നിലവിളിച്ച് കരയുകയാണ് ചെയ്യുന്നത്, ഭഗവാൻ പോകുന്നു എന്നറിഞ്ഞ്. പിറ്റേന്ന് രാവിലെ അക്രൂരനോടൊപ്പം യാത്രയാവുകയാണ്. അങ്ങനെ പോകുന്ന വഴി ഇപ്പൊ രാമകൃഷ്ണന്മാരുണ്ട്, അക്രൂരനുണ്ട്. കാളിന്തിയുടെ തീരത്തെത്തി. കുറച്ച് സമയമായി. അപ്പൊ എന്നാ കാളിന്തിയിൽ ഇറങ്ങി ഒന്ന് കുടിച്ചിട്ടൊക്കെ പോയേക്കാം, ക്ഷീണമൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ അക്രൂരൻ പറഞ്ഞു, എനിക്കൊന്ന് കുളിക്കണം, പോയി കുളിച്ചിട്ട് വന്നു. അപ്പം നിങ്ങൾ കുളിക്കാൻ വരുന്നില്ലേ? രാമകൃഷ്ണൻ പറഞ്ഞു, ഇല്ല, ഞങ്ങളിവിടെ തേരിലിരിക്കുക, വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ അക്രൂരൻ കാളിന്തിയിൽ ഇറങ്ങി കുളിക്കാനായിട്ട് അങ്ങോട്ട് ഇറങ്ങിയപ്പോൾ രണ്ടുപേരും ഇവിടെ കുളിച്ചുകൊണ്ടിരിക്കുന്നു. രാമനും കൃഷ്ണനും കാളിന്തിയിൽ കുളിക്കുന്നു. അവർ വരുന്നില്ലെന്നല്ലേ പറഞ്ഞേ. അക്രൂരൻ വന്ന് ഇറങ്ങിയപ്പോഴേ അവിടെ കുളിച്ചോണ്ട് നിൽക്കുക അവര്. അക്രൂരൻ പെട്ടെന്ന് കരയിൽ കയറി അങ്ങോട്ട് നോക്കി, തേരിലേക്ക് നോക്കി. അവിടെ ഇരിപ്പുണ്ട്
വീണ്ടും വന്ന് വെള്ളത്തിൽ നോക്കിയപ്പോൾ അവിടെ നിൽപ്പുണ്ട്. നമുക്കൊരു വിഭ്രാന്തി. കാരണം നമ്മളുടെയൊക്കെ ഉള്ളിലേക്ക് അല്പം മായ ഭഗവാൻ ഇട്ട് തരും പല സമയത്തും. മായയില്ലെങ്കിൽ നമ്മളൊക്കെ എപ്പോഴും കരഞ്ഞോണ്ടൊക്കെ ഇരിക്കും കേട്ടോ. മായുള്ളത് നല്ലതാണ്. അവസാനം കംസനിഗ്രഹം കഴിഞ്ഞിട്ടും ഈ വസുദേവർക്കും ദേവകിക്കും പോലും മായ ഇല്ലാതെ വന്നപ്പോൾ ഭഗവാനെ സ്വീകരിക്കാൻ പറ്റാതെ വരുന്നുണ്ട്. മായ ഉള്ളിൽ കയറി വന്നപ്പോഴാണ് ഭഗവാനെ എടുത്ത് മടി വെക്കാനും കെട്ടിപ്പിടിക്കാനും ഒക്കെ തോന്നിയത്. അപ്പം അക്രൂരിൻ്റെ ഉള്ളിലൊരു മായ വെള്ളത്തിലുണ്ട്. പിന്നെ അക്രൂരൻ എന്ത് ചെയ്തു? വെള്ളത്തിൽ മുങ്ങി വെള്ളത്തിനടിയിലേക്ക് നോക്കിയപ്പോൾ ഉണ്ട് അവിടെ ഉണ്ട് ഇവര്. അപ്പോൾ അങ്ങോട്ട് നോക്കുമ്പോൾ ഭൂമിയിലല്ലാതെ ആകാശത്തിരിക്കുന്ന പോലെ തേരിനകത്തിരിക്കുന്നു, ഭൂമിയിലെ വെള്ളത്തിൽ നിൽക്കുന്നത് പോലെ നിൽക്കുന്നു. പിന്നെ ജലത്തിനകത്ത് നോക്കി, ജലത്തിന് പുറത്തോട്ടായിരിക്കുന്നത്, അകത്ത് നോക്കിയപ്പോൾ അവിടെയുണ്ട്. സാക്ഷാൽ അനന്തന്റെ പുറത്തൊക്കെ കിടക്കുന്ന പോലെ അനുഭവപ്പെടുന്നത്. ഒരു വല്ലാത്ത വിഭ്രാന്തി പിന്നെ അക്രൂരിനുണ്ടാവുകയാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? അക്രൂരിന്റെ മനോവിഭ്രാന്തിയൊന്നുമല്ല നമ്മുടെ വിഷയം. ഭഗവാൻ എല്ലായിടത്തുമുണ്ട് അല്ലേ? ശങ്കരാചാര്യരോട് വഴിമാറാൻ പറഞ്ഞപ്പോൾ നമ്മൾ പറയാറുണ്ടല്ലോ, എന്ത് മാറണമെന്ന് ചോദിച്ചു. ആത്മാവാണോ ശരീരമാണോ മാറേണ്ടതെന്ന് ചോദിക്കും. ശരീരമാണെങ്കിൽ ജഡമാണോ, അത് മാറത്തില്ല. ഇപ്പം ചത്ത കിടക്കുന്ന ശവത്തോട് അങ്ങോട്ട് എണീറ്റ് മാറി കിടക്കുന്ന പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണ്, എടുത്തു മാറ്റിയേ പറ്റൂ. ഇനി ആത്മാവ് അത് മാറ്റാൻ ഒക്കത്തില്ലോ, കാരണം അത് എല്ലായിടത്തും പ്രപഞ്ചം മുഴുവൻ അങ്ങനെ നിറഞ്ഞിരിക്കുന്ന സാധനമാണ്. അപ്പോൾ അതെങ്ങോട്ട് മാറും? ഒരു സ്ഥലത്ത് മാത്രം ഇരിക്കുകയാണല്ലേ മാറത്തുള്ളൂ. ഇവിടെ അക്രൂരൻ ഇങ്ങോട്ട് ഇറങ്ങി വീണ് കുളിക്കാൻ പറഞ്ഞു. ഭഗവാനൊന്നും പറയേണ്ട കാര്യമുണ്ടോ? ഭഗവാൻ എല്ലായിടത്തും ഉണ്ട്, കുളിക്കുന്നിടത്തും ഉണ്ട് അല്ലേ? അപ്പം നമ്മൾ പറയാറുണ്ട് ഭഗവത്ഗീതയിൽ ബ്രഹ്മാർപ്പണം ബ്രഹ്മഹൗർ ബ്രഹ്മാഗ്നവും ബ്രഹ്മണാഹുതം ബ്രഹ്മൈവതേന ഗന്ധവ്യം ബ്രഹ്മകർമ്മ സമാധി. സകലിടത്തും ബ്രഹ്മം എല്ലായിടത്തും ഉണ്ട്. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലുണ്ട്, കഴിക്കുന്ന നമ്മളിലുണ്ട്, എല്ലാത്തിലുണ്ട്. നമ്മൾ പെരുമാറുന്ന എല്ലാത്തിലും ഉണ്ട് ബ്രഹ്മം. അപ്പോൾ ഈശ്വരന് എല്ലായിടത്തും ഉണ്ട് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തിയതാണ്. അത് അക്രൂരിന് നന്നായിട്ട് ബോധ്യപ്പെട്ടു. എന്നിട്ട് വീണ്ടും കുളിയെ കഴിഞ്ഞ് വന്ന് വീണ്ടും യാത്ര തുടരുന്നു. അതിനിടയ്ക്ക് കയറി വന്നതിന് ശേഷം അക്രൂരൻ ഭഗവാനെ ഒന്ന് സ്തുതിക്കുന്നുണ്ട്. തൊട്ടടുത്ത അധ്യായം അത് തന്നെയാണ്, അക്രൂരൻ്റെ സ്തുതിയാണ്. അക്രൂര സ്തുതിയാണ് 40-ാമത്തെ അധ്യായം. അതിൽ പറയുന്നുണ്ട്, പഞ്ചഭൂതങ്ങൾ ഉൾപ്പെടെ എല്ലാത്തിൻ്റെയും നിയാമകനായിട്ടുള്ളത് ഭഗവാൻ തന്നെയാണ്. പഞ്ചഭൂതങ്ങളെ പറ്റി പറയുമ്പോൾ പലപ്പോഴും വൈദേശികരൊക്കെ നമ്മളെ പലപ്പോഴും കളിയാക്കിയിട്ടുണ്ട്. നിങ്ങൾ കല്ലിനെ പൂജിക്കുന്നവരാണ്, തീയെ പൂജിക്കുന്നവരാണ്, ജലത്തെ പൂജിക്കുന്നവരാണ്, പിന്നെ മരത്തെയും കാറ്റിനെയും ഒക്കെ പൂജിക്കുന്നവരാണ്. ശരിയല്ലേ? ഇതൊക്കെയല്ലേ നമുക്ക് വേണ്ടുന്നത്? ഒരു നിമിഷം വായുവില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? വായുവല്ലേ നമ്മുടെ ഈശ്വരൻ. ജലമില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? ഇതെല്ലാം മാറ്റി വെച്ചിട്ട് ഈശ്വരൻ മറ്റ് സെമിറ്റിക്കുകാർ പറയുന്ന പോലെ ഏതെങ്കിലും ഈശ്വരൻ്റെ പേര് പറഞ്ഞിരുന്നിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ ഇതെല്ലാം നമുക്ക് വേണം. അതുകൊണ്ടാണ് നമ്മുടെ പൂജാമുറിയില് പഞ്ചഭൂതങ്ങളെയാണ് നമ്മൾ ആരാധിക്കുന്നത്. പഞ്ചഭൂതങ്ങളെ കൊണ്ടാണ് ശ്രീകോവിലിൽ മേൽശാന്തി പൂജ നടത്തുന്നത്. പൂജാമുറിയിൽ നമ്മൾ കത്തിച്ചു വെക്കുന്ന നിലവിളക്ക് അഗ്നിയുടെ പ്രതീകമായിട്ടാണ്, അഗ്നിഭൂതത്തിന്റെ. അവിടെ കത്തിച്ചു വെക്കുന്ന ചന്ദനത്തിരി വായുഭൂതത്തിന്റെ പ്രതീകമാണ്. അവിടെ വച്ചിരിക്കുന്ന പുഷ്പം ആകാശഭൂതത്തിന്റെ പ്രതീകമാണ്. അവിടെ കിണ്ടിയിലോ മൊന്തയിലോ വെച്ചിരിക്കുന്ന ജലം ജലഭൂതത്തിന്റെ പ്രതീകമാണ്. അവിടെ വെച്ചിരിക്കുന്ന ചന്ദനം, ഭസ്മം, കുങ്കുമം ഏതോ ആയിക്കോട്ടെ, ഒന്ന് ചന്ദനം സത്വഗുണമാണ്, കുങ്കുമം രജോ ഗുണമാണ്, ഭസ്മം തമോ ഗുണമാണ്. ശൈവ വൈഷ്ണവ ശാക്തേയങ്ങളാണ്. ഇത് ഭൂമിയുടെ പ്രതീകമായിട്ടാണ് വയ്ക്കുന്നത്. ഈ പഞ്ചഭൂതങ്ങൾ നമ്മുടെ പൂജാമുറിയിൽ നമ്മൾ ഒരുക്കും. ഇതിലേറ്റവും ശ്രേഷ്ഠം ഏതെന്ന് ചോദിച്ചാൽ അഗ്നിയാണ്. പഞ്ചഭൂതങ്ങളിൽ അഗ്നിയാണ് ഞാനെന്ന് ഭഗവാൻ ഗീതയിൽ പറയുന്നുണ്ട്. കാരണം ഇതെല്ലാം ഒരുക്കിയില്ലെങ്കിലും ഒരു ദീപം കത്തിച്ചു വയ്ക്കുക, അതാണ് ഏറ്റവും പ്രധാനം. ബാക്കി 4 വെച്ചിട്ട് ദീപം കത്തിക്കാതെ വെച്ചിട്ട് കാര്യമില്ല, കാരണം ജീവനാണത്. അപ്പോ ഇനി പഞ്ചഭൂതങ്ങളെ കൊണ്ടാണ് പൂജിക്കുന്നത്. ജല, ഗന്ധ, പുഷ്പ, ധൂപ, ദീപം. ജലം ജലഭൂതം, ഗന്ധം നമ്മൾ പറഞ്ഞ ചന്ദനം ഭൂമിയാണ്, പുഷ്പം ആകാശഭൂതമാണ്, പിന്നെ ധൂപം വായുഭൂതമാണ്, ദീപം അഗ്നിഭൂതമാണ്. ഇതാണ് നമ്മുടെ 5 വിരലുകളിൽ. എന്താ? ഇത് ആകാശം, ഇത് വായു, ഇത് അഗ്നി,
ഇത് ജലം, ഇത് പൃഥ്വി. അതുകൊണ്ട് നമ്മൾ പൂജ കഴിക്കുമ്പം ആകാശാത്മന പുഷ്പം കൽപ്പയാമി അല്ലെ. നമ്മളിപ്പോൾ ഈ വിരലാണെങ്കിൽ അപ്പം അമ്പാത്മന ജലം കൽപ്പയാമി. അപ്പോൾ ഈ മാനസപൂജ എന്ന് പറയുന്ന ഒരു ചടങ്ങ് പൂജയിലുണ്ട്. അപ്പൊ ഈ പറഞ്ഞ പഞ്ചഭൂതങ്ങൾക്ക് അത്രത്തോളം പ്രാധാന്യമുണ്ട്. നമ്മുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്നേ അല്ലേ, ലക്ഷ്മണോപദേശത്തിൽ പറയുന്നുണ്ട്, സപ്തധാതുക്കളും പഞ്ചഭൂതങ്ങളും ആയിട്ടാണ് അല്ലേ. ത്വങ് മാംസ രക്ത അസ്ഥി വിൺ മൂത്ര രേതസാം, ഇതാണ് പിന്നെ സപ്തധാതുക്കള്. സമ്മേളനം പഞ്ചഭൂതക നിർമ്മിതം, അതാണ് ഈ ശരീരം. പഞ്ചഭൂതങ്ങൾക്ക് അത്രത്തോളം പ്രാധാന്യമുണ്ട്. ആ പഞ്ചഭൂതങ്ങളെ തന്നെ അതിന് കാരണമായിട്ടുള്ളത് ആരാണ്? സാക്ഷാൽ പരമാത്മാവ്. ഇവിടെയൊക്കെ നമ്മൾ ഭഗവാനെ അല്ലെങ്കിൽ കൃഷ്ണനെ സ്തുതിക്കുന്നു എന്ന് പറയുമ്പോൾ കേവലം കൃഷ്ണൻ എന്ന അർത്ഥത്തിലല്ല നമ്മൾ എടുക്കേണ്ടത്. സാക്ഷാൽ പരമാത്മാവാണ്. സർവചരാചരങ്ങളിലും എവിടെയാണ് ഭഗവാൻ ഇരിക്കുന്നത് എന്ന ചോദ്യത്തിന് ഒരു മറുചോദ്യമാണ് ഉത്തരം. എവിടെയാണ് ഭഗവാൻ ഇരിക്കാത്തത്? അത്രയേ ഉള്ളൂ. അവൻ ഉത്തരമായി. അല്ല ഇന്നടത്ത് ഇരിക്കണമെന്നും പറയണ്ട. എവിടെയാണ് ഇരിക്കാത്തത്? എല്ലായിടത്തും ഉണ്ട്. അപ്പൊ അങ്ങനെ വളരെ താത്വികമായിട്ട് തന്നെയാണ് അക്രൂരൻ ഭഗവാൻ. കേവലം ഒരു സ്തുതിയല്ല അത്. ഇതേപോലെ കുറേ അറിവുകൾ നമുക്കതിലൂടെ ലഭ്യമാകും. അതുകൊണ്ട് തന്നെ ഭഗവാനെ ശരിക്കാരും അറിയുന്നില്ല എന്ന് അക്രൂരൻ വിഷമിക്കുന്നുണ്ട്. അറിയുന്നില്ല, പലരും വിശ്വസിക്കുന്നേ ഉള്ളൂ. വിശ്വാസം അറിവും രണ്ടാണല്ലോ. നമുക്ക് എന്തും വിശ്വസിക്കാം അല്ലേ. ഇപ്പൊ രാത്രിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, പക്ഷെ അറിവുള്ള നിങ്ങൾ സമ്മതിച്ചു തരുമോ? ഇല്ല. പക്ഷെ നിങ്ങൾ കണ്ണടച്ചായിരിക്കുന്നെങ്കിലോ എന്തോന്ന് അറിയാൻ പറ്റത്തില്ല. കാരണം നമ്മൾ പലപ്പോഴും എന്താണ്, അന്ധവിശ്വാസികളായി പോയാൽ അങ്ങനെ തന്നെ എന്ന് പറയും. വിശ്വാസമെല്ലാം പലപ്പോഴും അന്ധമാണ്. പകരം എന്ത് ചെയ്യണം? ഭഗവാനെ അറിയണം. ഏത് കാര്യങ്ങളും അറിയുകയാണ് വേണ്ടത്. അറിയുമ്പോഴാണ്, അതാണ് ജ്ഞാനം എന്ന് പറയുന്നത്. മറ്റേ അജ്ഞാനത്തിൽ നിൽക്കുക, ശരിയാവാതിരിക്കാം, അത്രയേ ഉള്ളൂ. കയറ് നടന്നു പോകുമ്പം രജ്ജു കണ്ടെത്തിങ്കിലേ പന്നക ബുദ്ധി പോലെ എന്ന് എഴുത്തച്ഛൻ പല പ്രാവശ്യം ആവർത്തിച്ച് പറയും. സന്ധ്യയ്ക്ക് നമ്മൾ നടന്നു പോകുമ്പം കയറിൻ്റെ കഷ്ണം കണ്ടിട്ട് നമ്മൾ എന്താണെന്ന് തെറ്റിദ്ധരിക്കും? പാമ്പാണെന്ന്. പാമ്പെന്നുള്ളത് നമ്മൾ വിശ്വസിച്ചു. പക്ഷേ വെളിച്ചം വന്നപ്പോൾ, ജ്ഞാനം വന്നപ്പോൾ, അറിവ് വന്നപ്പോൾ മനസ്സിലായി അത് കയറിൻ്റെ കഷ്ണമാണ്. കയറെന്നുള്ളത് അറിവാണ്. അപ്പോൾ തമ്മിലുള്ള വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ ഭഗവാനെ വേണ്ട രീതിയിൽ പലരും അറിയുന്നില്ലല്ലോ എന്ന് അക്രൂരൻ ചിന്തിക്കുന്നുണ്ട്. പിന്നീട് ജ്ഞാനികളും അതുപോലെ ബ്രഹ്മജ്ഞരും ഒക്കെ ഭഗവാനെ പല രീതിയിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. ആധിദൈവികം, ആദിഭൗതികം, ആധ്യാത്മികം, ഈ വിഷയങ്ങളെക്കുറിച്ച് അക്രൂരൻ പറയുന്നുണ്ട്. നമുക്ക് 3 വിധത്തിലുള്ള ദുഃഖമാണ് ഉണ്ടാകുന്നത് അല്ലേ. അതുകൊണ്ടാണ് നമ്മൾ ശാന്തി മന്ത്രമൊക്കെ ചൊല്ലുമ്പോൾ ശാന്തി 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 3 പ്രാവശ്യം പറയത്തില്ലേ? ഇല്ലയോ? ഉണ്ട്. എന്താ അത്? ആദി ഭൗതികമായ ദുഃഖത്തിന് ശാന്തി വരുത്തണം, ആദി ദൈവികമായ ദുഃഖത്തിന് ശാന്തി വരുത്തണം, ആധ്യാത്മികമായ ദുഃഖത്തിന് ശാന്തി വരുത്തണം അല്ലേ. അപ്പൊ ആദി ദൈവികമായ ദുഃഖം, ഇപ്പൊ നമ്മള് വയനാട് ഉരുൾപൊട്ടലുണ്ടായി, നമ്മളതിൽ എന്തെങ്കിലും ചെയ്തതാണോ? ഉണ്ട്. മനുഷ്യനതിൽ ചില പങ്കൊക്കെ കാണും. കാര്യം എന്ന് പറഞ്ഞാൽ പ്രകൃതിയോട് അവനെങ്ങനെ പെരുമാറുന്നോ അതിന് തിരിച്ചടി ഉണ്ടാവും. പോട്ടെ, അത് നമുക്ക് ആദി ദൈവികമായിട്ടാണ് എടുക്കാവുന്നത്. വെള്ളപ്പൊക്കം ഉണ്ടാവുന്നതും ഉരുൾപൊട്ടൽ ഉണ്ടാവുന്നതും ഭൂകമ്പം ഉണ്ടാവുന്നതും ഒക്കെ ആരുടെയും കയ്യിലല്ല. ആദി ഭൗതികമുണ്ട്, മനുഷ്യൻ തന്നെ സൃഷ്ടിക്കുന്ന ദുഃഖമുണ്ട്. ഇപ്പോൾ ബോംബുണ്ടാക്കുക, എവിടെയെങ്കിലും കൊണ്ടിട്ട് പൊട്ടിക്കുക, ഇതാരുണ്ടാക്കിയതാ? മനുഷ്യൻ തന്നെ ഉണ്ടാക്കുന്ന ദുഃഖം. കുറച്ച് മനുഷ്യർ ചേർന്ന് വേറെ കുറച്ച് മനുഷ്യർക്ക് എന്ത് ദുഃഖം ഉണ്ടായിക്കൊണ്ടിരിക്കും? ആദി ഭൗതികമായ ദുഃഖം ഉണ്ടായിക്കൊണ്ടിരിക്കും. ആധ്യാത്മികമായ ദുഃഖമുണ്ട്, അവനവൻ തന്നെ അവനവന്റെ ദുഃഖത്തിന് കാരണമാവും. വെറുതെ ഇരുന്ന് ആവശ്യമില്ലാതെ ചിന്തിച്ചുകൊണ്ട് നമ്മൾ എന്തെല്ലാം വിഷമത്തിന് കാരണമാവും. ആ സമയത്ത് ഭാഗവതം എടുത്ത് വായിക്കും. ആവശ്യമില്ലാതെ ചിന്തിച്ചുകൊണ്ടിരുന്ന് പിന്നെ ആധ്യാത്മിക ദുഃഖം ഉണ്ടാക്കുന്ന എന്തിനാ? അപ്പൊ അങ്ങനെ നമ്മൾ പലപ്പോഴും എൻഗേജ്ഡ് ആവാതിരിക്കുക, കടമകളും കർത്തവ്യങ്ങളും ചെയ്യാതെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ നിഷ്കർമ്മികളായിട്ടിരിക്കുമ്പോഴാണ് ആധ്യാത്മിക ദുഃഖം ഉണ്ടാവുന്നത്. നമ്മളൊക്കെ കർമ്മയോഗം അനുഷ്ഠിക്കണമെന്ന് പറഞ്ഞേ. കർമ്മം ചെയ്ത് എന്താ പോരാ, കർമ്മയോഗം അനുഷ്ഠിക്കുക എന്ന് പറഞ്ഞാൽ നിഷ്കാമകർമ്മം. നമ്മളൊന്നും പ്രതീക്ഷിച്ചുകൊണ്ടല്ല ഒന്നും ചെയ്യുന്നത്, നമ്മളുടെ ഡ്യൂട്ടിയാണത്, അത് ചെയ്യുക. അതിൻ്റെ ഫലം വരുവോ വരാതിരിക്കുക രണ്ടാമത്തെ കാര്യം. അങ്ങനെ കർമ്മയോഗം അനുഷ്ഠിക്കുന്നവന് ആധ്യാത്മിക ദുഃഖം ഉണ്ടാവില്ല. നിരന്തരം ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്. ഓരോ നിമിഷവും നമ്മൾ പ്രവർത്തന നിരതരായിരിക്കുക. നമ്മളൊക്കെ പറയാറുണ്ട് പലപ്പോഴും,
സനാതന ധർമ്മികൾ നന്നാവുന്നില്ല. എന്താ കാര്യം എന്ന് വെച്ചാൽ ഒറ്റ വാക്കിലുണ്ട്, കൃഷ്ണൻ പറയുന്നത് കേൾക്കുന്നില്ല. കൃഷ്ണൻ പറഞ്ഞത് നമ്മൾ അനുസരിച്ചിട്ടുണ്ടെങ്കിൽ കൃഷ്ണനെയൊക്കെ നമുക്ക് വളരെ ഇഷ്ടമാണ്, പക്ഷെ പറഞ്ഞാൽ കേൾക്കത്തില്ല. അച്ഛനെയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അച്ഛനും അമ്മയും പറഞ്ഞാൽ ഞാൻ അനുസരിക്കത്തില്ല, ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോകും. ഭഗവാനെ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ ഭഗവാൻ പറയുന്നത് അനുസരിക്കത്തില്ല. ഭഗവാൻ പറഞ്ഞതൊന്ന് അനുസരിച്ചിരുന്നെങ്കിൽ നമ്മളൊക്കെ എവിടെ എത്തിയതിനെന്നറിയാം. ഭഗവാൻ പറയുന്നത് എപ്പോഴും നമ്മൾ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുക, അല്ല അതിന് എന്ത് കിട്ടും അതൊക്കെ അവിടെ പോട്ടെ. പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടി എനിക്ക് ഫുൾ A+ കിട്ടുമോ എന്ന് പറഞ്ഞല്ല പോകേണ്ടത്. മറിച്ച് അവനിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഭംഗിയായിട്ട് പഠിച്ച് ഭംഗിയായിട്ട് എഴുതുക. എഴുതി കഴിഞ്ഞാൽ അത് വിട്ടേക്കണം, എന്നിട്ട് അടുത്ത കാര്യത്തിലേക്ക് പോവുക. മറ്റേതിൻ്റെ റിസൾട്ട് വന്നോളും. കാരണം നമ്മൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല റിസൾട്ട് വരും. പിന്നെ അതിനെ ചിന്തിച്ചുകൊണ്ട് 1 മാസം കളയേണ്ട കാര്യമുണ്ടോ? അടുത്ത നിമിഷം അടുത്ത കാര്യങ്ങളിലേക്ക് പോവുക. അപ്പൊ ഇങ്ങനെ കുട്ടികളായാലും മുതിർന്നവരായാലും അവനവനിൽ നിക്ഷിപ്തമായിരിക്കുന്ന കടമകൾ, അച്ഛനെയും അമ്മയും പ്രായമാകുമ്പോൾ സംരക്ഷിക്കുന്നത് അവർ ചത്തു കഴിയുമ്പോൾ അവരുടെ സ്വത്ത് കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ടാണോ? ചത്തു കഴിയുമ്പോൾ ചിന്തിക്കും, ശേ ഇത്രയും നാൾ നോക്കിയത് ഞാനാ, മൊത്തം ചേട്ടൻ്റെ പേരിൽ എഴുതി വെച്ചേക്കുക, വിഷമമായില്ല. നോക്കിയത് മൊത്തം ഞാനാ, മലമൂത്ര വിസർജനം ഒക്കെ കോരിയത് ഞാനാ, എന്നിട്ട് മൊത്തം അവർക്ക് എഴുതി വെച്ചേക്കുന്നത്. അങ്ങനെ ചിന്തിച്ചുകൊണ്ടാണ് ചെയ്യേണ്ടത്? അല്ല, നേരെ തിരിച്ചും. അച്ഛനമ്മമാർ മക്കളെ വളർത്തുന്നത് പ്രായമാകുമ്പോൾ ഇതെല്ലാം ഞങ്ങൾക്ക് തിരിച്ചു കിട്ടും, ഞങ്ങളെ സംരക്ഷിക്കും എന്ന ചിന്തയുണ്ടെങ്കിൽ ഇപ്പോഴേ കളഞ്ഞേക്കണം. അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിഷമം വരും. നിങ്ങളുടെ ഡ്യൂട്ടി നിങ്ങൾ ചെയ്യുക. മക്കളെ വേണ്ട രീതിയിൽ നല്ല വിദ്യാഭ്യാസം കൊടുത്ത് അവരെ ധർമ്മവും സംസ്കാരവും പഠിപ്പിച്ച് സമൂഹത്തിലേക്ക് വിട്ടാൽ നിങ്ങൾക്ക് പ്രയോജനപ്പെടും. ഇല്ലെങ്കിൽ നമ്മുടെ സ്ഥാനം വൃദ്ധസ്ഥാനത്തിലല്ലായിരിക്കും. കാരണം ചോറ് മാത്രം കൊടുത്താൽ പോലെ ചൊല്ലും കൊടുക്കണമെന്ന് പറയും. കാരണം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്തെന്ന് പറയുന്ന മക്കളാണ്. കാറും ബംഗ്ലാവും വസ്തുവകകളും ഒന്നുമല്ല, മക്കളാണ്. എല്ലാം നേടിയിട്ടും മക്കൾ തരതിരിഞ്ഞു പോയാൽ എന്ത് ചെയ്യാൻ പറ്റും? പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോ അവരെ ധാർമ്മികരായി വളർത്താൻ നമുക്ക് കഴിയണം, വേണ്ട സംസ്കാരം പകർന്നു കൊടുക്കാൻ കഴിയണം. അവരേത് സ്റ്റേറ്റിലോ ഏത് രാജ്യത്തോ പോയാലും അവർ നമ്മുടെ സംസ്കാരം കളയില്ല. പക്ഷേ അത് അറിയാതെ പോകുന്നവരാണ് തിരിച്ചു വരുമ്പോഴേക്ക് ഇതിനെയൊക്കെ തള്ളി പറയുന്നവരായിട്ട് മാറും. അല്ലേ? വീട്ടിലേതെങ്കിലും ഒരു വച്ചാരാധനയോ വിളക്കെത്തിയിട്ടുണ്ടെങ്കിൽ അത് JCB എടുത്ത് കൊണ്ട് കളയണമെന്ന് പറയും. ഇതൊന്നും ശരിയല്ല, ഇതിനേക്കാൾ അപ്പുറമൊക്കെ വേറെ ചിലതാണ് വലുത് എന്നൊക്കെ പറഞ്ഞൊരു ചിന്താഗതിയിലേക്ക് തിരിച്ചു വരും. ഒട്ടേറെ ആൾക്കാരെ നമുക്ക് നേരിട്ടറിയാം അങ്ങനെ. കാരണം എന്താ? അച്ഛനമ്മമാര് എല്ലാം കൊടുത്തു, പക്ഷേ അവനെ ധർമ്മം പഠിപ്പിച്ചില്ല, സംസ്കാരം എന്താണെന്ന് പഠിപ്പിച്ചില്ല. അതിൻ്റെ പരിണിത ഫലമാണ് ഇപ്പം ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ എന്താണ് ഇവിടെ ഇരിക്കുന്നവരുടെ അല്ലെങ്കിൽ ഇതുപോലുള്ള സദസ്സുകളിൽ സത്സംഗങ്ങളിൽ നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും. 60 വയസ്സിന് മുകളിലും 10 വയസ്സിന് താഴെയുള്ളവരായിരിക്കും കൂടുതൽ പേരും എന്നായി പറഞ്ഞ്. അപൂർവം ചിലത് അതിനകത്തുണ്ടാവാം. അടുത്ത് നോക്കി അങ്ങനെയാണ്. അപ്പോൾ പറഞ്ഞു വന്നത് ഈശ്വരനെ അറിയുന്നത് കൊണ്ടാണ് നമുക്ക് ശരിയായ മാർഗദർശനം കിട്ടുന്നത്. അപ്പൊ ഇതെല്ലാം അക്രൂരൻ പറയുന്നുണ്ട്. ശൈവര് ഭഗവാനെ ശിവനായിട്ട് കാണും, ആരാധിക്കും. പിന്നീട് സകരന്മാരുടെ മക്കള് എന്താണ് സമുദ്രത്തെ വളർത്തിയ കഥ പറയുന്നുണ്ട്. എന്തെല്ലാം തരത്തിൽ ഭഗവാനെ കണ്ടാലും നമ്മൾ പറയാറുണ്ട്, ആകാശാൽ പതിതം തോയം യഥാ ഗച്ഛതി സാഗരം സർവദേവ നമസ്കാരം കേശവം പ്രതിഗച്ഛതി. നമ്മൾ ഏത് രൂപത്തിൽ പോയാലും ഏത് ഭാവത്തിൽ ഭഗവാനെ ആരാധിച്ചാലും അതെല്ലാം അവസാനം ഇപ്പോൾ ആകാശത്തിൽ നിന്ന് വീഴുന്ന ജലം ഏതൊക്കെ നദികളിലൂടെ ഏതൊക്കെ മാർഗങ്ങളിലൂടെ ഒഴുകിയാലും അവസാനം എവിടെ എത്തും? സമുദ്രത്തിലെത്തും. അതുപോലെ ഭഗവാനിലെത്തും. ഭഗവാൻ തന്നെ ഗീതയിൽ പല പ്രാവശ്യം പറയുന്നുണ്ട്, ഏത് രൂപത്തിൽ വേണേലും ആരാധിച്ചുകൊണ്ടേ കുഴപ്പമില്ല. ചിലർ എന്താണ് ആഗ്രഹങ്ങൾ വെച്ചുകൊണ്ടായിരിക്കും തപസ് ചെയ്യുന്നത്, അല്ലേ? കൊടിയ തപസ്സുകൾ ചെയ്ത് ഓരോ ഫലം ഇച്ഛിച്ചിടുകിൽ മുക്തി വരത്തില്ല എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ളവർക്ക് അത് കിട്ടിക്കോട്ടെ, അവർക്ക് മുക്തി കിട്ടത്തില്ല. പക്ഷെ അവരെന്താണോ ആഗ്രഹിച്ചത് അത് കിട്ടും. ഇഷ്ടംപോലെ പണമായിരിക്കും, നല്ല വീടായിരിക്കും, നല്ല കാറായിരിക്കും, നല്ല ജോലിയായിരിക്കും, സമ്പത്തായിരിക്കും. അതൊക്കെ ആഗ്രഹിച്ചാണ് ഈശ്വര സേവ ചെയ്യുന്നത്, അവർക്കത് കിട്ടും. ഏത് ഈശ്വരനെയാണോ ആ ഈശ്വരനിലൂടെ ഞാനത് കൊടുക്കും. ദേവതകളാണ്. പക്ഷെ അവരെന്നെ അറിയാൻ ചിലപ്പോൾ ഒരു ജന്മം എടുക്കേണ്ടി വരും. അങ്ങനെയാണ്. അപ്പോൾ അവിടെയെല്ലാം നിഷ്കാമകർമ്മത്തിന്റെ പ്രസക്തിയെക്കുറിച്ചാണ് പറയുന്നത്. എന്നിട്ട് അക്രൂരൻ ദശാവതാരത്തെയും ആ ഭാഗത്ത് നന്നായിട്ട് വർണ്ണിക്കുന്നുണ്ട്.
40-ാം അധ്യായത്തിൽ അക്രൂരസ്തുതിയിൽ ഭഗവാന്റെ മത്സ്യം മുതൽ ശ്രീകൃഷ്ണാവതാരം വരെയുള്ള ഭാഗങ്ങൾ അക്രൂരൻ പറയുന്നു. അതിനുശേഷം രാമകൃഷ്ണന്മാരോടൊപ്പം മധുരയിലേക്ക് പ്രവേശിക്കുകയാണ്. ഉച്ചയോടുകൂടി അവർ മധുരയിലെത്തി എന്നാണ് പറയുന്നത്. അപ്പോൾ ചിന്തിക്കുന്നുണ്ട്, അവിടെയുള്ളവരെല്ലാം വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. രാമകൃഷ്ണന്മാർ അവിടേക്ക് വരുന്നു. ആ പാദങ്ങളൊന്ന് കാണണം അല്ലേ? മഹാബലി കഴുകിച്ച ആ പാദങ്ങളൊന്ന് കാണണം. അതുപോലെ അദ്ദേഹത്തിൻ്റെ പാദതീർത്ഥമാണ് ശിവൻ ശിരസിൽ വഹിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആ പാദങ്ങൾ കാണാനായിട്ട് അക്ഷമരായിട്ട് മധുരാ നിവാസികൾ അങ്ങനെ നിൽക്കുകയാണ്. ഒടുവില് അക്രൂരൻ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ നമുക്ക് വീട്ടിലൊക്കെ ഒന്ന് പോയി വിശ്രമിക്കാം. അപ്പോൾ രാമകൃഷ്ണന്മാർ പറഞ്ഞ്, ഞങ്ങളങ്ങോട്ട് വരുന്നില്ല, ഞങ്ങളെ ഇവിടെ ഇറക്കിച്ചാൽ മതി, ഞങ്ങൾ ഈ നഗരമൊക്കെ ഒന്ന് കാണട്ടെ, നമുക്ക് ചെന്ന സിറ്റുവേഷനൊക്കെ ഒന്ന് അറിയേണ്ട ആദ്യം. പിന്നെ ഞങ്ങൾ വന്ന വിവരം കംസനെ ഒന്ന് അറിയിച്ചേക്കണം, ഞങ്ങൾ വന്നിട്ടുണ്ടെന്ന്, ക്ഷണിച്ചതല്ലേ. അപ്പോൾ പിന്നെ അങ്ങനെ തന്നെ കാണാം. പിന്നെ കംസനെ ഒന്ന് അറിയിച്ചേക്കാൻ പറഞ്ഞു. പിന്നെ കംസനിഗ്രഹം കഴിയുമ്പോൾ അക്രൂരൻ്റെ വീട്ടിലേക്ക് ഞങ്ങൾ വരാം എന്ന് പറയുന്നു. അങ്ങനെ അവിടെ വെച്ച് പിരിയുകയാണ്. അപ്പോൾ അക്രൂരൻ ചെന്ന് കംസനെ ഈ വിവരം അറിയിക്കും. രാമകൃഷ്ണന്മാർ മധുരാപുരിയൊക്കെ ഒന്ന് നടന്നു കണ്ടു. പലരും ഓടി വന്ന് പാദങ്ങളിൽ പ്രണമിക്കുന്നുണ്ട്. ഇങ്ങനെ വരുമ്പോൾ പലരും ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് ഭഗവാനെ ഒന്ന് കാണാനായിട്ട്. സാക്ഷാൽ കൃഷ്ണനാണ് വരുന്നത്. കൃഷ്ണൻ്റെ അച്ഛനും അമ്മയൊക്കെ ജയിലിൽ കിടക്കുകയാണ്, അതും അറിയാം എല്ലാവർക്കും. അപ്പോൾ അവിടെ നോക്കിയപ്പോൾ ഒരാൾ, ഒരു രചകൻ എന്നാണ് പറയുന്നത്, അദ്ദേഹം തുണിയൊക്കെ അലക്കി തേച്ച് കൊടുക്കുന്ന ആളാണ്. കംസൻ്റെ കൊട്ടാരത്തിലേക്കുള്ളത് മാത്രമേ പുള്ളി ചെയ്യത്തുള്ളൂ. പറഞ്ഞ് ഇതിൽ കുറച്ച് തുണി ഞങ്ങൾക്ക് വേണം, ഞങ്ങൾ ഗോപന്മാരും ഒക്കെ ഉണ്ട്, നന്ദഗോപരും ഒക്കെ വന്നിട്ടുണ്ട്, എല്ലാം പുറകിന് കുറേ ആൾക്കാരുണ്ട്, അത് തരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. ഇതെല്ലാം ആർക്കുള്ളതാണ്? കംസനുള്ളതാണ്. അപ്പം അവിടെ നോക്കുക, നമ്മൾ മുമ്പേ പറഞ്ഞ അത് അസുരനൊന്നുമല്ല, പക്ഷെ അയാളിൽ എന്തുണ്ട്? ആസുരികതയുണ്ട്. ഇല്ലാതാക്കിയല്ലേ പറ്റൂ. അയാളെയും കൂടെ നാട്ടിലേക്ക് എന്ത് ചെയ്തു? കൊന്നുകളഞ്ഞു. എന്നിട്ട് ആ വസ്ത്രങ്ങളൊക്കെ എടുത്ത് സാധാരണക്കാർക്കെല്ലാം വിതരണം ചെയ്തു. പിന്നെ കംസന് മാത്രമേ പിന്നെ ഇതൊക്കെ കൊടുക്കാവൂ. സാധാരണക്കാരന് കൊടുത്താൽ എന്തോ വലിയ കുഴപ്പമുണ്ടോ? ഇല്ലല്ലോ. സാധാരണക്കാർക്ക്, ഗോപന്മാർക്കും വന്നവർക്കും എല്ലാം എടുത്ത് കൊടുത്തു. പിന്നീട് ഒരു നെയ്ത്തുകാരൻ വന്ന് ഭഗവാനെ കണ്ടപ്പോൾ കൊട്ടാരത്തിലേക്ക് നെയ്ത തുണികളാണ്, അതെല്ലാം ആർക്ക് കൊടുത്തു? കൃഷ്ണന് കൊടുത്തു. കൃഷ്ണൻ അദ്ദേഹത്തെ അനുഗ്രഹിക്കുന്നുണ്ട്. പിന്നീട് മാല കെട്ടുന്ന സുദാമാവ്, നമ്മുടെ കുചേലനല്ല, വേറെ സുദാമാവാണ്, മാല കെട്ടി വിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മാലകളൊക്കെ ഭഗവാന് കൊടുക്കുന്നുണ്ട്. അദ്ദേഹത്തെ അനുഗ്രഹിക്കുക മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ വീട് കൂടി സന്ദർശിച്ചു ഭഗവാൻ. അങ്ങനെയാണ്. അങ്ങനെ ആ ഒരു കറക്കം അവിടെ തുടരുകയാണ്. വീണ്ടും 42-ാമത്തെ അധ്യായത്തിലേക്ക് പോവുക. ഇനി കംസനോട് അടുത്ത് വരണമല്ലോ കാര്യങ്ങൾ. കംസനെ നിഗ്രഹിക്കണം. നമുക്ക് 12:30-ക്കകത്ത് കംസനെ കൊല്ലണം. സമയം കൊണ്ടിരിക്കുക. അപ്പോഴാണ് അവിടെ ഈ കുറിക്കൂട്ടുകളൊക്കെ വിൽക്കുന്ന ഒരു കുബ്ജ എന്ന് പറഞ്ഞാൽ കൂനിയാണ്. നമ്മൾ സാധാരണ പറയാറുണ്ട്, ഈ രാമായണത്തിൽ മന്ധരയായിട്ട് വന്ന ആളാണ് ഈ ഭഗവാന്റെ ഭക്തയായിട്ടൊക്കെ പിന്നീട് ജനിച്ച് കൂനിയായിട്ട് മാറിയ കുബ്ജ. ത്രിവക്ര എന്ന് വിളിക്കുന്ന കാര്യം 3 വളവുണ്ട് ശരീരത്തിന്. ആള് യൗവനയുക്തയൊക്കെ ആണെങ്കിലും 3 വളവുണ്ട്. കൃഷ്ണനെ കണ്ടപ്പോഴത്തേക്ക് ഓടി വന്നു, കൃഷ്ണനെ കുറിക്കൂട്ടുകളൊക്കെ അണിയിച്ചു. ഭയങ്കര സ്നേഹമാണ് ഭഗവാനോട്. അപ്പൊ കൂനി നിൽക്കുക. ഭഗവാൻ എന്ത് ചെയ്തു? തൻ്റെ പാദങ്ങൾ കൊണ്ട് ആ കുബ്ജയുടെ കാലിൽ ചവിട്ടി പിടിച്ചിട്ട് കൈകൊണ്ട് താടിയിൽ പിടിച്ച് അങ്ങ് നിവർത്തി. നമ്മൾ പറയാറുണ്ട്, കൃഷ്ണൻ ചെയ്തതെല്ലാം നമ്മൾ ചെയ്യരുത്. അപ്പുറത്തെ വീട്ടിലൊരു കൂനി ഉണ്ടെങ്കിൽ പോയി ഇന്ന് കാലെ പിടിച്ച് ചവിട്ടി പിന്നെ താടിയെ പിടിച്ചങ്ങ് നിവർക്കരുത്, മിക്കവാറും തീരും. അപ്പോൾ ഭഗവാൻ കൃഷ്ണൻ ചെയ്തെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണ്. നമുക്ക് പലതും മാതൃകയാക്കാം, ആ ജീവിതം നമുക്ക് മാതൃകയാക്കാം. അപ്പോൾ ഈ കുബ്ജ എന്തായി മാറി? സുന്ദരിയായി മാറി. കൂനൊക്കെ പോയി.
ഭഗവാനോട് ഭയങ്കര ഇഷ്ടം തോന്നി. അപ്പോൾ പറഞ്ഞു, ഞാൻ പിന്നീട് എൻ്റെ വീട്ടിൽ വരാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവിടെയൊക്കെ ഈ ഭഗവാനോട് നമുക്ക് ഏത് തരത്തിലുള്ള ഇഷ്ടവും തോന്നാം. അർജുനന് തോന്നിയത് കൂട്ടുകാരൻ എന്ന രീതിയിലുള്ള ഇഷ്ടമാണ്. കുചേലന് തോന്നിയതും സുഹൃത്ത് എന്ന രീതിയിൽ തന്നെയാണ്. ഗോപികമാർക്ക് നമ്മൾ മുമ്പേ കേട്ടു, കാമുകൻ അല്ലെങ്കിൽ ഭർത്താവ് എന്ന രീതിയിലാണ് കാണുന്നത് ഭഗവാനെ, അല്ലേ? ഭക്തമീരയ്ക്ക് ഭർത്താവായിട്ടാണ് കാണുന്നത് ഭഗവാനെ. അപ്പൊ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഭഗവാനെ കാണാം. ഈ കുബ്ജയ്ക്ക് തോന്നിയത് ഒരു ഭർത്താവ് എന്ന രീതിയിലുള്ള ഇഷ്ടമാണ് തോന്നിയത്. നമ്മൾ പിന്നെ പറയുമല്ലോ, ഭരിക്കപ്പെടുന്നവൻ സംരക്ഷിക്കപ്പെടുന്നവനായിരിക്കണം ഭർത്താവ്. ഇപ്പൊ രാഷ്ട്രപതി എന്നുള്ള എന്താ, രാഷ്ട്രത്തിന്റെ ഭർത്താവ് എന്നർത്ഥം. അതുപോലെ സാധാരണക്കാരുടെയൊക്കെ നമ്മുടെയൊക്കെ പതിയാണ് ഭഗവാൻ. നമ്മളൊക്കെ ഭഗവാന്റെ ഭാര്യമാരാണ്, ആണായാലും പെണ്ണായാലും. കാരണം നമ്മളുടെ ഉള്ളിലിരുന്നു കൊണ്ട് നമ്മളെ ഭരിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഭഗവാനായിരിക്കണം. അല്ലാതെ ഏതെങ്കിലും അസുരന്മാരാണോ? അല്ല. ഇപ്പം എൻ്റെ ഭർത്താവും കൃഷ്ണനാണ്, അല്ലെങ്കിൽ പരമാത്മാവാണ്. എൻ്റെ ഉള്ളിലിരുന്നു കൊണ്ട് എന്നെ ഭരിക്കുന്നത് അതായിരിക്കണം. വേറൊരാളിനെ പിടിച്ച് അവിടെ ഇരുന്നുണ്ടായിട്ടുണ്ടോ? ഇല്ല. അവിടെ ആണെന്നോ പെണ്ണെന്നുള്ള ഭേദം വേണ്ട, എല്ലാവരുടെയും ഭർത്താവാണ് ഭഗവാൻ. അപ്പോൾ 16,008 അല്ല, കോടിക്കണക്കിന് 140 കോടി ജനങ്ങൾ ഇന്ത്യയിലുണ്ടെങ്കിൽ, അത് ലോകം മൊത്തം കൂടെ 150 കോടി ജനങ്ങളുണ്ടെങ്കിൽ അവരുടെ എല്ലാം ഭർത്താവായിട്ട് ഭഗവാനെ കാണാൻ കുഴപ്പമൊന്നുമില്ല. ഭരിക്കപ്പെടുന്നവനാണ് ഭർത്താവ്. അപ്പൊ ഈശ്വരനായിരിക്കണം നമ്മുടെ ഉള്ളിലിരുന്നു കൊണ്ട് നമ്മളെ ഭരിക്കുന്നത്. ആ തലത്തിൽ തന്നെ ഇവിടെ നമുക്ക് എന്താ, കുബ്ജയുടെ ഇഷ്ടത്തെ നമുക്ക് കാണാൻ പറ്റും. ഭഗവാന്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഞാൻ ജീവിക്കുന്നത്. പിന്നീട് ഇങ്ങനെ നടക്കുമ്പോൾ ആ ചാപപൂജയ്ക്ക് വെച്ചിരിക്കുന്ന വില്ല് കണ്ടു. അല്ലെ, കമ്പോളത്തിൽ നടക്കുന്ന പോലെ ഇത് കണ്ടപ്പോൾ കൃഷ്ണൻ ഒന്ന് എടുക്കണമെന്ന് തോന്നി. ചെന്നെടുത്തു. അല്ലേ, നമ്മൾ സീതാസ്വയംവരത്തിൽ എങ്ങനെയാണോ ശ്രീരാമൻ അമ്പെടുത്തിട്ട് വില്ലെടുത്തിട്ട് ഞാൺ വലിച്ച് കെട്ടുമ്പോൾ അത് ഒടിഞ്ഞു പോകുന്നത്, അതുപോലെ ആ ഞാൺ വലിച്ച് കെട്ടാൻ ശ്രമിച്ചപ്പോൾ വില്ലെന്ത് ചെയ്തു? ഒടിഞ്ഞുപോയി. ആ വില്ലൊടിയുന്ന അതിഭയങ്കരമായ ശബ്ദം കേട്ടപ്പോൾ അവിടെ ഉള്ളവരെല്ലാം ഞെട്ടി. മാത്രമല്ല, അങ്ങ് അന്തപുരത്തില് സിംഹാസനത്തിലിരിക്കുന്ന കംസൻ പോലും എന്ത് ചെയ്തു? ഞെട്ടിപ്പോയി. അപ്പൊ നമ്മൾ എവിടെങ്കിലും ചെന്നാൽ വരവൊന്ന് അറിയിക്കണം. വരവ് അറിയിച്ചു വേണമല്ലോ, ഞാനവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ള വരവ്. കംസന് സന്തോഷമായിരിക്കും ഉണ്ടായേക്കുന്നത്, കാരണം എനിക്ക് പോകാൻ സമയമായി, അല്ലേ? 12:30 ആവാൻ പോകുന്നു, 12:30 പോകണം. അപ്പോൾ പോകാനുള്ള സമയമായി. കംസൻ തോന്നി കാണും, ഞെട്ടി. പെട്ടെന്ന് തന്നെ പലരെയും പറഞ്ഞു വിട്ടു ഈ പിള്ളേരെ നിഗ്രഹിക്കാനായിട്ട്. വന്നവരൊക്കെ കാലപുരിക്ക് പോയി. ഒടുവിൽ കംസന് അന്നത്തെ ദിവസം സത്യം പറഞ്ഞാൽ ഉറക്കം വരുന്നില്ല. പിറ്റേന്ന് രാവിലെയെങ്കിലും ഇവരെ നിഗ്രഹിക്കണം. അവിടുത്തെ ആ കംസന്റെ ചിന്ത, നമ്മൾ മൂലമാണെങ്കിലും കിളിപ്പാടാണെങ്കിലും എടുക്കുന്ന വായിച്ചു നോക്കണത്. അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്, നമ്മൾക്കും ചിലപ്പോൾ ഉണ്ടാവാം ഇങ്ങനെ ചിന്ത. അദ്ദേഹം വെള്ളത്തിലേക്ക് നോക്കുമ്പോൾ തൻ്റെ പ്രതിബിംബം കാണുന്നുണ്ട്, പക്ഷെ തലയില്ല. അപ്പൊ നമ്മൾ കണ്ണാടി നോക്കി മുഖത്ത് ഒരു പൊട്ടിടാൻ അല്ലെങ്കിൽ തലയിൽ ചെയ്യാൻ നോക്കിയപ്പോൾ തലയില്ല, ഉടല് മാത്രമേ ഉള്ളൂ. ഇതെന്തൊരു കളിയാ? തൻ്റെ നിഴലിനെ ഒന്ന് നോക്കി. നമുക്കറിയാം, നമുക്ക് സൂര്യപ്രകാശത്തിലേക്ക് ഇറങ്ങി നിന്നാൽ നമുക്ക് നിഴല് കാണാൻ പറ്റും. നിഴല് പൂർണ്ണമല്ല, ഇടയ്ക്കിടയ്ക്ക് ഹോള് വീണിട്ടുണ്ട്, സുഷിരം വീണിട്ടുണ്ട് നിഴലിന്. അതെങ്ങനെ വരും? അപ്പൊ നമ്മുടെ ശരീരത്തിൽ സുഷിരം ഉണ്ടാവണമല്ലോ. പിന്നീട് നമുക്ക് 2 ചെവികളും, നിങ്ങൾക്കറിയാം, ഇങ്ങനെ പൊത്തി നോക്കിയാൽ അകത്തൊരു എരപ്പ് നമുക്ക് കേൾക്കാൻ പറ്റും. പ്രാണന്റെ ഒരു സ്പന്ദനം നമുക്കറിയാം. കംസൻ ഇങ്ങനെ ചെവി പൊത്തി നോക്കിയപ്പോൾ ഒന്നുമില്ല, ഞാൻ മ്യൂട്ടാക്കി വെച്ചേക്കുക. മ്യൂട്ട്, ഒരു സൗണ്ടും ഇല്ല. അപ്പൊ ഇതൊക്കെ ഓരോ ലക്ഷണമാണ്. പിന്നീട് വൃക്ഷങ്ങളിലേക്ക് നോക്കിയപ്പോൾ അതൊക്കെ നല്ല സ്വർണ്ണവർണ്ണത്തിൽ നിൽക്കുന്നു. പിന്നീട് സാധാരണ ചെളിക്കകത്തൂടെയൊക്കെ ഇങ്ങനെ നടന്നുപോയാൽ നമ്മുടെ കാലിൻ്റെ അടയാളം അവിടെ വരും, പാദചിഹ്നങ്ങൾ വരും. പുള്ളി ഇങ്ങനെ നടന്നു നോക്കുമ്പോൾ അവിടെ ഒന്നും അടയാളം വരുന്നില്ല. പിന്നെ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ
കഴുതപ്പുറത്ത് താനിങ്ങനെ നടക്കുന്നതായിട്ട് തോന്നി. സാറിന് ഏറ്റവും മോശമായ ആൾക്കാരെ കഴുതപ്പുറത്ത് കയറ്റി നടക്കുന്നത്. ഭക്ഷണം കഴിക്കാനിരുന്ന് എടുത്ത് കഴിച്ചപ്പോൾ സംശയം, വിഷമുണ്ടോ എന്ന്. ഈ സംശയം തോന്നി തുടങ്ങി. അങ്ങനെ വീട്ടിലൊക്കെ ചിലർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംശയം തോന്നി തുടങ്ങിയ ആഹാരം കൊണ്ട് നീ എന്നെ കൊല്ലാനാ വേണ്ടി കൊണ്ടുവച്ചേക്കുന്നത്, ഇത് വിഷം ചെയ്ത് തിന്നു കഴിയുമ്പോൾ ഞാനെങ്കിൽ ചത്തുപോയാലോ. അപ്പോൾ ആ സംശയം വരിക. പിന്നെ എണ്ണയൊക്കെ തേച്ച് വസ്ത്രങ്ങളൊന്നുമില്ലാതെ ഒരു ചെമ്പരത്തിപ്പൂ മാലയൊക്കെ ധരിച്ച് ഇങ്ങനെ നടന്നു പോകുന്നതായിട്ട് തോന്നുന്നു കംസന്. ചുരുക്കം കാണുന്നതും അനുഭവിക്കുന്നതും സ്വപ്നത്തിലാണെങ്കിലും അല്ലാതെയാണെങ്കിലും ഒക്കെ ദുർനിമിത്തങ്ങളാണ് കാണുന്നത്. രാത്രി ഉറങ്ങാൻ പറ്റത്തില്ല. എന്തായാലും എങ്ങനെയൊക്കെയോ നേരം വെളുപ്പിച്ചു. എന്നിട്ട് മല്ലന്മാരെല്ലാം വിളിച്ചു. പ്രഭാതമായപ്പോൾ മുഷ്ടികനെ, ചാണൂരനെ, കൂടനെ, ശലനെ, തോശലനെ ഒക്കെ വിളിച്ചു. 5 പേരെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, എത്രയും പെട്ടെന്ന് ഇവരെ എന്ത് ചെയ്യണം, മല്ലയുദ്ധത്തിന് വിളിച്ച് കൊന്നുകളയണമെന്ന് പറഞ്ഞു, നിർദ്ദേശം കൊടുത്തു. അങ്ങനെ മല്ലസഭ ഒക്കെ റെഡിയായി. നമ്മൾ അടുത്ത അധ്യായത്തിലേക്ക് പോകുന്നു. 44-ാമത്തെ അധ്യായം ആകുമ്പോൾ കംസനെ കൊല്ലും, കുഴപ്പമില്ല. അവിടെ മല്ല രംഗത്തേക്ക് പ്രവേശിക്കുന്നിടത്ത് കുവലയാപീഠം എന്ന ആനയെ അവിടെ നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ വഴിയിൽ നിന്നു കൃഷ്ണൻ പറയുന്നുണ്ട് വഴി മാറി നിൽക്കണം. ആനക്കാരനോട് പറഞ്ഞു ആനയെ മാറ്റി നിർത്താൻ, അങ്ങോട്ട് കയറി പോകണം. ആനക്കാരൻ അങ്ങ് ചൂടായി. ആനക്കാരൻ അതിനെ കാട്ടില്ല. പിന്നെ കുവലയാപീഠം എന്ന ആനയും ആയിട്ട് ഏറ്റുമുട്ടൽ, ആനയെ നിഗ്രഹിക്കുന്നു. നമുക്ക് പല രൂപത്തിൽ ആസ്വദികത വരാം. ആനക്കാരനെയും കൊന്നു, ഒന്നും ശരിയല്ല. അയാളിലും ഉണ്ടെന്ത് ആസ്വദികത. അത് കഴിഞ്ഞ് അപ്പോഴേക്കും കംസന് ഒന്നുകൂടെ ഭയമായി. അപ്പം മല്ലയുദ്ധ രംഗത്ത് കംസൻ സിംഹാസനത്തിൽ ഇരിപ്പുണ്ട്, മല്ലന്മാരുണ്ട്. ചാണൂരൻ കൃഷ്ണനെ ദ്വന്ദ്വയുദ്ധത്തിന് ക്ഷണിച്ചു. മുഷ്ടികൻ ബലരാമനെ ദ്വന്ദ്വയുദ്ധത്തിന് ക്ഷണിച്ചു. അങ്ങനെ ചാണൂരനുമായിട്ട് ഏറ്റുമുട്ടി. ചാണൂരനെ കൃഷ്ണൻ നിഗ്രഹിക്കുന്നു. മുഷ്ടികനുമായിട്ട് ഏറ്റുമുട്ടി. ബലരാമൻ മുഷ്ടികനെ നിഗ്രഹിക്കുന്നു. ഇത് കണ്ടപ്പോൾ കൂടൻ വന്നു. കൂടനെ ബലരാമൻ നിഗ്രഹിച്ചു. ശരനെയും തോശലനെയും കൃഷ്ണനെ നിഗ്രഹിച്ചു. പിന്നീട് ഉള്ള മല്ലന്മാരൊക്കെ ജീവനും കൊണ്ടുപോയി. പിന്നെ ആരും അവിടെ നിന്നില്ല. പെട്ടെന്ന് തന്നെ കംസൻ ഉത്തരവിടുന്നുണ്ട്, ഇവരെ നിഗ്രഹിക്കണം ആരെങ്കിലും. മാത്രമല്ല തടവറയിൽ കിടക്കുന്ന വസുദേവരെയും ദേവകിയെയും കൊല്ലണം. അവിടെ ബന്ധനത്തിൽ കിടക്കുന്ന തൻ്റെ പിതാവായ ഉഗ്രസേനെയും കൊല്ലണം. എല്ലാവരെയും കൊന്നുകളയണം. എനിക്കെതിരെ നിൽക്കുന്ന മുഴുവൻ ആൾക്കാരെയും കൊല്ലണമെന്ന് കംസൻ അവിടെ നിന്ന് ഉത്തരവിടുക. നോക്കുക എത്രത്തോളം വിഭ്രാന്തി എവിടെ എത്തി. ഭഗവത്ഗീതയിൽ നമ്മൾ പറയാറുണ്ട്, ധ്യായതോ വിഷയാൻ പുംസ സംഗഹ തേഷു ഉപജായതേ സംഗാത് സംജായതേ കാമ കാമാത് ക്രോധോഭിജായതേ ക്രോധാത് ഭവതി സമോഹ സമോഹാത് സ്മൃതി വിഭ്രമ സ്മൃതിഭ്രംശാത് ബുദ്ധിനാശഃ ബുദ്ധിനാശാത് പ്രണശ്യതി. കംസന് ബുദ്ധിനാശം സംഭവിച്ചു കഴിഞ്ഞു. ഇനി അത് സർവനാശത്തിലേക്ക് പോവുകയാണ്. അതുകൊണ്ടാണ് കംസൻ കണ്ണിൽ കണ്ടവരെ എല്ലാം കൊല്ലാനായിട്ട് പറയുന്നത്. പെട്ടെന്ന് തന്നെ കൃഷ്ണൻ എന്ത് ചെയ്തു, ചാടി സിംഹാസനത്തിലേക്ക് കയറുകയാണ്. എന്നിട്ട് കിരീടം വലിച്ചു താഴെ ഇടുന്നു. കംസനെ മുടിക്ക് കുത്തിപ്പിടിച്ച് കൊണ്ടിരുന്നു. അവസാനം കൊല്ലുന്നൊന്നുമല്ല, കംസന് സാരൂപ്യമുക്തി കൊടുക്കുകയാണ് ഘോരമായ ആ യുദ്ധത്തിലൂടെ. കാരണം കംസൻ വിരോധഭക്തി കൊണ്ടാണെങ്കിലും എപ്പോഴും കൃഷ്ണ കൃഷ്ണ കൃഷ്ണൻ 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 എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ആ മധുരയിൽ ഏറ്റവും കൂടുതൽ കൃഷ്ണനെ ചിന്തിച്ചത് കംസനായിരിക്കാം. അങ്ങനെ കംസവധം, കാരണം കംസവധം എന്നല്ല, നമ്മളുടെ ഉള്ളിലൊക്കെ പലപ്പോഴും ഇതുപോലുള്ള കംസന്മാര്. ഇവിടെ ഒരു സന്ദേശം കൂടിയുണ്ട്, നമ്മൾ ചിന്തിക്കണം. ഭഗവാൻ ഭഗവത്ഗീത പറയുന്ന ആ സന്ദർഭത്തില് അർജുനൻ വിഷാദവാനായിട്ട് യുദ്ധക്കളത്തില് എതിർപക്ഷത്ത് നിൽക്കുന്നത് എൻ്റെ പിതാവും പിതാമഹന്മാരും ഗുരുതുല്യരുമായ ആൾക്കാരാണെന്ന് ചിന്തിക്കുമ്പോ ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, യുദ്ധത്തില് ആ ബന്ധം നോക്കാൻ പാടില്ല. അതിവിടെ മാതൃകയാക്കിയാര് കൃഷ്ണൻ, അമ്മാവനാര് കംസൻ. പക്ഷേ ആസുരികതയുണ്ടെങ്കിൽ എന്ത് ചെയ്യില്ല, വെറുതെ വിടില്ല. അത് അമ്മാവനായാലും അനന്തരവനായാലും ആരായാലും ശരി, അവിടെ ധർമ്മത്തിന് മാത്രമേ വിജയമുള്ളൂ.
അത് കൃഷ്ണൻ നേരിട്ട് കാണിച്ചു കൊടുത്തിട്ട് അർജുനെ ഉപദേശിക്കുന്നത്, അല്ല വെറുതെ ഉപദേശിച്ചതല്ല. ചില കാര്യങ്ങൾ അങ്ങനെയാണ്, നമ്മൾ പ്രാവർത്തികമാക്കിയിട്ട് വേണം മറ്റുള്ളവർക്ക് ഉപദേശം കൊടുക്കാനായിട്ട്. അപ്പോൾ ബന്ധുക്കളാണ്, സുഹൃത്തുക്കളാണ്, അല്ലെങ്കിൽ ഏറ്റവും അടുപ്പക്കാരാണ്, വീട്ടുകാരാണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ധർമ്മം എവിടെയാണോ അതിനോടൊപ്പം നിൽക്കുക, അതാണ് ഭഗവാൻ ഇവിടെ കാണിച്ചു കൊടുത്തത്. പിന്നീട് വസുദേവനും ദേവകിയൊക്കെ വരുമ്പോൾ ഭഗവാനെ വന്നൊന്ന് കെട്ടിപ്പിടിക്കാനൊക്കെ ഒരു വളരെ മാറി നിൽക്കുകയാണ്. കാരണം അവരുടെ ഉള്ളിൽ മായയില്ല, സാക്ഷാൽ ഭഗവാനായിട്ടാണ് കാണുന്നത്. അതാ പ്രശ്നം. പെട്ടെന്ന് തന്നെ അവരിലേക്ക് മായ നിറച്ചു എന്നാണ് പറയുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ വന്ന് കെട്ടിപ്പിടിക്കുന്നു, എടുത്ത് മടി വെക്കുന്നു, ആശ്ലേഷിക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മുടെ സമയം അവസാനിച്ചിരിക്കുകയാണ്. 12:30 തന്നെ നമ്മൾ കംസനെ കൊന്നു, കുഴപ്പമില്ല. 12:30 തന്നെ കംസവധം നടന്നു കഴിഞ്ഞു. കംസൻ നോക്കുക, നമ്മളുടെ ഉള്ളിലൊക്കെ കംസനുണ്ട്, നമ്മളുടെ ഉള്ളിലൊക്കെ ഈ പറഞ്ഞ ആസുരിക ജന്മങ്ങളുണ്ട്. അതിനെയൊക്കെ ഇല്ലാതെയാക്കാൻ ഇപ്പൊ ഈ 10 ദിവസം ഈ സത്രത്തിൽ ഭഗവാനോടൊപ്പം ഇരിക്കുമ്പോൾ, ഭഗവാനോടൊപ്പം ഇരുന്നുകൊണ്ട് ഭഗവാനെ അറിയുമ്പോൾ നമ്മുടെ ഉള്ളിലെ ആസുരികത പൂർണ്ണമായിട്ട് ഭഗവാൻ നിഗ്രഹിച്ച് തരും എന്ന് തന്നെയാണ്. ഉറപ്പാണ്. ഉറപ്പത് വിശ്വാസമല്ല, അത് ഉറപ്പാണ്. 11ാമത്തെ ദിവസം നിങ്ങൾ ഭാഗവതം വായിച്ചു തുടങ്ങണം. ഏത് ഇവിടുത്തെ സത്രം കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം മുതൽ ഭാഗവതം വായിക്കുകയും ചർച്ച ചെയ്യുകയും വേണം. അതിനുള്ള സത്സംഗങ്ങളും ക്ലാസ്സുകളും ഒക്കെ ഉണ്ടാവണം. നമ്മുടെ ക്ഷേത്രങ്ങളൊക്കെ കേന്ദ്രീകരിച്ച് അതിനായിരിക്കണം നമ്മൾ പ്രാമുഖ്യം കൊടുക്കേണ്ടത്. കാരണം ഈ ഒരു സത്രത്തിൻ്റെ റിസൾട്ട് ഇവിടെ ഉണ്ടാവണം, അല്ലെ? റിസൾട്ട് ഉണ്ടാവുന്നത് കേവലം സാമ്പത്തിക കാര്യത്തിൽ മാത്രമല്ല. അവിടെ ഉണ്ടാവുന്ന ആധ്യാത്മിക ജ്ഞാനവും അതുപോലെ സമൂഹത്തിൽ ആത്മവിശ്വാസത്തോടെ, അന്തസ്സോടെ, അഭിമാനബോധത്തോടെ, അപകർഷതാബോധമില്ലാതെ തല ഉയർത്തി പിടിച്ചു നടക്കാൻ പറ്റുന്ന സനാതന ധർമ്മികളായിട്ട് നമ്മൾ ഓരോരുത്തരും മാറണം. ആരുടെയും മുന്നിൽ തല കുനിക്കേണ്ടവരല്ല, നമ്മൾ തല ഉയർത്തി പിടിച്ചു പോകേണ്ടവരാണ്. ഭഗവാനാണ് നമ്മളോടൊപ്പം ഉള്ളത്. പിന്നെ എന്തിനാ പേടിക്കുന്നത്? സാക്ഷാൽ പാർത്ഥസാരഥി നമ്മളോടൊപ്പം ഉള്ളപ്പോൾ ഈ പാർത്ഥന്മാർക്കൊന്നും പേടിക്കേണ്ട കാര്യമില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ വാക്കുകൾ ഭഗവാന്റെ പാതാരബിന്ദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് നിർത്തുന്നു. ഈ പ്രഭാഷണം നടത്താൻ വിളിച്ച സംഘാടക